الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله سميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. قال الله عز وجل من صلى علي صلاة واحدة صلى الله بها عشرا أو كما شفعنا رسول الله. ولقد علمت بأن دين محمد من خير أديان البرية دينا. صلوا عليه وسلموا تسليما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. نهارك بطال وليلك ناعم وعيسك يا مسكين عيس البهائم. وعلموا أمة سيدنا ومولانا محمد. ഏറ്റവും ആദരവും ബഹുമാനം നിറഞ്ഞ ഈ വേദിയുടെ അധ്യക്ഷൻ അവർകളെ, അതേപോലെ തന്നെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട സദർ ഉസ്താദ്, മുഅദ്ദിൻ ഉസ്താദ്, സ്വാഗതം പറഞ്ഞ മുഅല്ലിം ഉസ്താദ്, കമ്മിറ്റി ഭാരവാഹികൾ, റഹ്മാന ജുമാഅത്ത് പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികളും അൽ ബദ്രിയ സ്വലാത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി അടക്കമുള്ള ഭാരവാഹികൾ, എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാർ, ഈ മഹല്ലത്തുകാരും പുറനാട്ടുകാരും, വർഷത്തോളം 2 ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം നടത്തപ്പെടുന്ന
സ്വലാത്തിന്റെ വാർഷികത്തിലാണ്. വാർഷികം എന്ന് പറയുമ്പോൾ ഇന്നോ ഇന്നലെയോ തുടങ്ങി വെച്ചതല്ല. 26ാമത്തെ വാർഷികം എന്ന് പറയുമ്പോൾ 30 വർഷത്തിൽ അധികം ആയിട്ടുണ്ടാവും ഈ സ്വലാത്ത് തുടങ്ങിയിട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പല സമയത്തിൽ വാർഷികം നടത്താൻ കഴിയാത്തത് കൊണ്ടും ചിലപ്പോൾ ബാക്കിയായിട്ടുണ്ടാകും. ഏതായാലും 26ഉം 30ന്റെ ഇടയ്ക്ക് പഴക്കമുള്ള ഈ സ്വലാത്ത് വാർഷികത്തിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വിഷയമാണ് സ്വലാത്തിന്റെ മഹത്വം. നമുക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് കൂടുതലായി ഒന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നാം ഏവരും ആകാംക്ഷയോട് ദുആക്ക് നേതൃത്വത്തിന് വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്ന തങ്ങൾ അവറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സയ്യിദിനെ ഒരു വേദിയിൽ ക്ഷണിച്ചുകൊണ്ട് ദുആരപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ദുആക്ക് ഇജാബത്തുള്ള കാര്യമാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നെ ചോരയാണ്, അവരുടെ ചോര, അവരുടെ കുടുംബമാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ നബഗള അഹ്ലി ബൈതി ഫഹുവ മുനാഫിഖുൻ. എൻ്റെ കുടുംബത്തിനോട് ആരെങ്കിലും കോപം വെച്ചാൽ അവൻ കപട വിശ്വാസിയാൻ. നിസ്കാരത്തിൽ പോലും എല്ലാ സ്ഥലത്ത് പോലും നാം ദുആ ചെയ്യുന്നവർ ദുആണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് നബിയുടെ മേൽ സ്വലാത്തും സലാമും നീ ചൊല്ലണമേ എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത് പറയുന്നു വഅലാ ആലി, തങ്ങളുടെ കുടുംബത്തിന്റെ മേലും സ്വലാത്ത് പറയണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ അഹ്ലു ബൈത്തിന്റെ മഹത്വമുണ്ട്. ആ അഹ്ലു ബൈത്തിന്റെ ഒരു കുടുംബമാണ് നമുക്കിന്റെ നേതൃത്വം നൽകാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ദൂരയിൽ നിന്ന് വരുന്ന ബഹുമാനപ്പെട്ട പിന്നെ പയ്യന്നൂരിൽ വെച്ചും കൊണ്ട് 17 ശുഹദാക്കന്മാര് മറപ്പെട്ട് കിടക്കുന്ന ആ തൊട്ടടുത്തുള്ള വലിയ തങ്ങൾ എന്ന പേര് അറിയപ്പെടുന്ന മറപ്പെട്ടിരിക്കുന്ന മഹാനവറുകളുടെ മകന്റെ മകനാണ് ഇവിടെ നമ്മുടെ നേതൃത്വം നൽകുന്നത്. മഹാനായ ദുഗലടുക്ക തങ്ങളുടെ ഫഖറുദ്ദീൻ തങ്ങളുടെ സഹോദരന്റെ മകനും കൂടിയാണ് നമുക്ക് നേതൃത്വത്തിന് വരുന്നത്. വളരെ നല്ല അത്ഭുതവും കറാമത്തും കാണിച്ച ഒരുപാട് ആൾക്കാർക്ക് രോഗങ്ങളെ കൊണ്ട് സുഖപ്പെടുത്തിയതായ സ്വലാത്ത് കൊണ്ട് സ്വലാത്തുൽ ഫാത്തി എന്നുള്ള മജ്ലിസ് തന്നെ ഉണ്ട്. അപ്പൊ ഒരുപാട് കറാമത്ത് കൊണ്ട് നിറഞ്ഞ മഹാനാണ്. ആ ഉപ്പാപ്പയുടെ എല്ലാ കറാമത്തുകൾ തങ്ങൾ കൂടി നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള തങ്ങളാണ് നമുക്ക് നേതൃത്വത്തിന് വരുന്നത്. അതുകൊണ്ട് എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. സ്വലാത്തിന്റെ മഹത്വം എന്ന് പറയുമ്പോൾ സ്വലാത്തിനെ ഇന്ന് ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന, സ്വലാത്തിന്റെ മജ്ലിസിനെ തലം താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന, സ്വലാത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അത് പൈസയുണ്ടാക്കാൻ വേണ്ടിയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ ലാഭത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടി പ്രത്യേകമായ കുറെ പോയിന്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് നാം നിർത്തുകയാണ്. എൻ്റെ മുഅ്മിനീങ്ങളെ, ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തുണ്ടല്ലയോ, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. നിങ്ങളെല്ലാവരും ഈ ആയത്ത് എപ്പോഴും കേൾക്കുന്നവരാണ്, ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയവരാണ്. ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെയോ, ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല വമലായികതഹു, അവന്റെ മലായികമാർ, അല്ലാഹുവിന്റെ മലക്കുകൾ എന്ന് പറയുമ്പോൾ മലക്കുകളുടെ എണ്ണം അല്ലാഹുവിനിക്കല്ലാതെ അറിയുകയില്ല. സദസ്സിൽ ഹാജരാകുന്ന മലക്കുകളുണ്ട്, നിസ്കാരത്തിൽ ഹാജരാകുന്ന മലക്കുകളുണ്ട്, സുജൂദിലായി കൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട്, റുകൂലായി കൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട്, ഖിയാമിലുള്ള മലക്കുകളുണ്ട്, ആകാശത്തിലുണ്ട്, ഭൂലോകത്തുമുണ്ട്, ഭൂമിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആ മലക്കുകളുടെ എണ്ണം അല്ലാഹുവിനിക്കല്ലാതെ അറിയുകയില്ല. അല്ലാഹുവിന്റെ എല്ലാം കൽപ്പനകളും അനുസരിച്ചുകൊണ്ട്
ഊണുമില്ലാതെ ഉറക്കമില്ലാതെ ഭക്ഷണമില്ലാതെ വിശപ്പില്ലാതെ കാഷ്ടിക്കാനില്ലാതെ മൂത്രിക്കാനില്ലാതെ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന വിഭാഗമാണ് മലക്കുകളും. ആ മലക്കുകളും അല്ലാഹു പറയുകയാണ് യുസല്ലൂന അലൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാ. സ്വലാത്ത് ചൊല്ലും എന്നല്ല, ചൊല്ലി കഴിഞ്ഞു എന്നല്ല, അതിന്റെ അർത്ഥം അല്ലാഹും മലക്കുകളും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയാ. ഒരു മനുഷ്യനിക്ക് നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോ സമയമായാൽ നിസ്കരിക്കുക, നിസ്കാരത്തിന് സമയമുണ്ട്. ഇനി നോമ്പെന്ന് പറയുമ്പോ റമളാൻ വന്നാൽ നോമ്പ് നോക്കുക, റമളാൻ കഴിഞ്ഞാൽ നിങ്ങൾ നോമ്പ് മുറിക്കുക, പെരുന്നാളാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഹജ്ജ് ചെയ്യാനുള്ള സമയമുണ്ട്, സുന്നത്ത് നിസ്കരിക്കാനുള്ള സമയമുണ്ട്, സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ലാത്ത സമയമുണ്ട്, ഹറാമായ സമയമുണ്ട്, കറാത്തായ സമയമുണ്ട്. പക്ഷേ ഒന്നിനും സമയമില്ലാത്ത 24 മണിക്കൂറോളം സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാ. ഞാനും എന്റെ മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഓ മുഅ്മിനീങ്ങളെ, സല്ലൂ, നിങ്ങളും സ്വലാത്ത് ചൊല്ലൂ, വസല്ലിമൂ, നിങ്ങളും സലാമു ചൊല്ലൂ, തസ്ലീമാ, ഹബീബായ മുത്തുനബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലോ എന്ന് പരിശുദ്ധമായ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ. അപ്പൊ എത്രയാണ് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത്? സ്വലാത്തിനക്ക് എത്ര മഹത്വമുണ്ട്! ഈ ആയത്തിന്റെ തഫ്സീറിന്റെ വ്യാഖ്യാനത്തിൽ കൂടി പറയുന്നു, സ്വലാത്തിന് 10 കറാമത്തുകളുണ്ട്. ഔലിയാക്കന്മാർക്കുള്ള കറാമത്ത് പോലെ തന്നെ സ്വലാത്തിന് കറാമത്തുണ്ട്. എന്താണ് സ്വലാത്തിനുള്ള കറാമത്ത്? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എൻ്റെ മേൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ മേൽ 10 അനുഗ്രഹങ്ങൾ അല്ലാഹു ചൊരിച്ചു കൊടുക്കുകയാണ്. 10 അനുഗ്രഹങ്ങൾ അല്ലാഹു ചെയ്യുകയാണ്. വമാ അൻഹു 10 സയ്യിആത്ത്, അവനിൽ നിന്ന് 10 തിന്മകൾ അല്ലാഹു മായ്ക്കുകയാണ്. അവനിക്ക് 10 ദറജകൾ അല്ലാഹു ഉയർത്തു കൊടുക്കുകയാണ്. തീർന്നിട്ടില്ല, അവനിക്ക് കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു നോക്കുകയാണ്. ഒരു മനുഷ്യനെ പോലും ദൈനംദിനം സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ഹബീബായ മുത്തുനബി തങ്ങൾ പറയുകയാണ്, നവ്വറല്ലാഹു ഖൽബഹു ബിനൂരി, അവന്റെ പ്രകാശം കൊണ്ട് അവന്റെ ഹൃദയത്തെ അല്ലാഹു പ്രകാശിപ്പിക്കുകയാണ്. അവൻ സ്വലാത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ സ്വലാത്ത് അവനെ തർബിയത്ത് ചെയ്യുന്നു, അവനെ സംസ്കരിക്കുന്നു, അവനെ നന്നാക്കിയെടുക്കുന്നു. അതിനുള്ള കാരണം ഞാൻ പറയുകയല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യുസല്ലൂന അലൻ നബി, നിങ്ങൾ സ്വല്ലല്ലാഹു റസൂലിന്റെ മേൽ സ്വലാത്ത് പറയണമെന്ന് പറയുന്ന ആ ആയത്തിൽ പറഞ്ഞത് അല്ലാഹു സ്വലാത്ത് പറയുന്നു. അല്ലാഹു സ്വലാത്ത് പറയുന്നു എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ സ്വലാത്ത് അവനിക്ക് കിട്ടുന്നതാണ്. നബിയുടെ മേൽ അവൻ സ്വലാത്ത് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു പറഞ്ഞ സ്വലാത്ത് കിട്ടും പോലെ നിന്റെ മേലും അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു. ഒന്നാമത്തെ കറാമത്ത് അതാണ് സ്വലാത്തുൽ മലിക്കുൽ ജബ്ബാർ.
ജബ്ബാറായ രാജാതിരാജനായ റബ്ബ് നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. ഒരു കറാമത്ത് അതാണ്. രണ്ടാമത്തെ കറാമത്ത് പറയുന്നു ശഫാഅത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് ലഭിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടുന്നു. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടുന്നു. എന്തേ? അല്ലാഹു പറഞ്ഞ നബിന്റെ മേൽ സ്വലാത്ത് പറയുമ്പോൾ അല്ലാഹു ഞങ്ങളുടെ മേലും സ്വലാത്ത് പറയുന്നു. അങ്ങനെയുള്ള സ്വലാത്തിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് നമുക്ക് കിട്ടുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ മൻഖൂസ് മൗലൂദിൽ പറയുന്നു അശ്ശഫാഅത്ത് ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅലനാ ഇല്ലാഹ യാ സയ്യിദി ഖൈറൻ നബി. ഹിജ്റയുടെ നൂറ്റാണ്ടിന്റെ ശേഷം ഈ മൗലൂദ് രചിച്ചതാണ്, കേരളത്തിന്റെ മുസ്ലിയാർ രചിച്ചതാണ് എന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് നാളെ കിട്ടും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. ആ ശഫാഅത്ത് നമുക്ക് കിട്ടണമെങ്കിൽ റസൂലുള്ളാഹിന്റെ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, സ്വലാത്ത് വർദ്ധിപ്പിക്കണം. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ഉണ്ടോ എന്നത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാ. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് നമുക്കുണ്ടോ? ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ ശുപാർശയാണ്, നമുക്ക് രക്ഷപ്പെടുത്താനുള്ളതായ ഒരു മാർഗമാണ്. നിങ്ങൾ വായിൽ കേട്ടിട്ടില്ലേ, നാളെ മഹ്ശറയിൽ വെച്ചും കൊണ്ട് ഓരോരുത്തന്റെ നന്മകളും തിന്മകളും തൂക്കപ്പെടുന്ന ആ കിതാബുകളെ വായിച്ചുകൊണ്ട് ആ കിതാബ് വായിക്കുന്ന സമയത്തിൽ നീ പറയുന്ന ഒരു അവസ്ഥയുണ്ട്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്തൊരു കിതാബാണ് റബ്ബേ, ഇതിൽ ചെറുതും വലുതുമായത് ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് നീ പറയുന്ന അവസരത്തിൽ അവിടുന്ന് നിന്റെ കയ്യിൽ കിതാബ് നൽകപ്പെട്ടുകൊണ്ട് നിന്റെ മലായികമാർ ചോദ്യം ചെയ്തുകൊണ്ട് നിന്റെ തിന്മകൾക്ക് ശിക്ഷിക്കപ്പെടുന്ന അവസരത്തിൽ അവിടുന്ന് നാളെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് വെന്തുരുകുന്ന സമയത്തിൽ മുട്ടുവരേക്കും അരവരേക്കും അവന്റെ കൗത്തുവരേക്കും വേർപ്പിൽ മുങ്ങി കുളിക്കുന്ന അവസരത്തിൽ അവിടുന്ന് ഓരോ നബിമാരുടെ അടുക്കൽ പോകുമ്പോ ആദമിന്റെ അടുക്കൽ, ആദം നബിയുടെ അടുക്കൽ ബാപ്പയല്ലേ, ബാപ്പക്കെങ്കിലും ഞങ്ങളുടെ പിരിസമുണ്ട് എന്ന് പോയി പറയുമ്പോ ഞാൻ അതിനിക്ക് അർഹനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദം നബി അവിടുന്ന് ഞങ്ങളെ ആട്ടി ഓടിക്കുകയാണ്. ഇബ്രാഹിം നബിയോട് പോകുമ്പോൾ ഓടിക്കുകയാണ്. നൂഹ് നബിയോട്, മൂസാ നബിയോട്, ഓരോ നബിയോട് പോകുമ്പോൾ നമ്മെ ആട്ടി ഓടിക്കപ്പെടുമ്പോ അവസാനം ഞങ്ങൾ പോകുന്നത് ഇലാ ഹബീബിക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തങ്ങളുടെ ഹദ്റത്തിൽ പോയി കൊണ്ട് ഈ പാവപ്പെട്ട ഹബീബായ മുത്തുനബിനെ സ്നേഹിച്ച സ്വലാത്ത് ചൊല്ലിയ ആ മനുഷ്യൻ പോയി കൊണ്ട് ശഫാഅത്തിന് വേണ്ടി ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അർശിന്റെ ഭാഗത്ത് അതാ സുജൂദിലായി അല്ലാഹുവിനോട് ഈ ഉമ്മത്തികൾക്ക് വേണ്ടി ശുപാർശ ചോദിക്കുമ്പോ ഇർഫഅ റഅസക യാ മുഹമ്മദ് സൽതുതാ, മുഹമ്മദേ ഒന്ന് നിങ്ങൾ തല ഉയർത്തൂ, സൽതുതാ നിങ്ങൾ ചോദിക്ക് ഞങ്ങൾ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് പാവപ്പെട്ട ഉമ്മത്തികൾക്ക് വേണ്ടി ശഫാഅത്തിന്റെ അധികാരം ഹബീബായ മുത്തുനബിക്കാണ്. അതുകൊണ്ട് നബിയുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മൗലൂദ് ഓതുന്നു, ശഫാഅത്തിനെ തേടുന്നു. അത് കുഫ്റല്ല, അത് ശിർക്കല്ല, അത് ബിദ്അത്തല്ല, ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി وأمه وأبيه وصاحبته وبنيه.
ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. തന്റെ സഹോദരന്റെ ശഫാഅത്തും അവിടെയില്ല, ഉമ്മാന്റെ ശഫാഅത്തും ഇല്ല, ബാപ്പാന്റെ ശഫാഅത്തും അവിടെയില്ല. സാഹിബത്തി, ഞാൻ അങ്ങേറ്റം സ്നേഹിച്ച, എനിക്ക് എപ്പോഴും താനും തണലായി നിന്നിരുന്ന എന്റെ ചങ്ങായിയുടെ ശഫാഅത്തും അവിടെയില്ല. ഞാൻ എപ്പോഴും സഹായിച്ച സഹായിയുടെ ശഫാഅത്തും അവിടെയില്ല. ആ സമയത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ അവിടുന്ന് ശഫാഅത്ത് ചെയ്യുന്നത് ഈ ഉമ്മത്തിനിക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് ചൊല്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്തിന്റെ പൊന്നാറ ഹബീബായ നബിയുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഇതാണ് രണ്ടാമത്തെ കറാമത്ത്. മൂന്നാമത്തെ കറാമത്ത് പറയുകയാ. ഇനി എത്രയോ പറയാനുണ്ട്. ഇന്നലെ നിങ്ങളോട് സംഭവം കേട്ട്, അബൂലഹബിന്റെ ചരിത്രം നിങ്ങൾ കേട്ട്. അബൂലഹബ് നബി തന്റെ കുടുംബത്തെ വിളിച്ചപ്പോൾ അബൂലഹബ് വന്നുകൊണ്ട് പറഞ്ഞ വാക്യം, നബിയെ നശിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അല്ലാഹ് അവിടുന്ന് പറഞ്ഞത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ കോപിച്ചാൽ കിട്ടുന്ന ശിക്ഷ എന്താ? റസൂലുള്ളാഹിന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അബൂലഹബ് പറഞ്ഞിട്ട് കാര്യമില്ല, ഉത്ബത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ബദറിൽ പോകാൻ പോലും അവനിക്ക് സാധിക്കാതെ അത്രയും സമ്പത്തുണ്ടായിട്ട് പോലും ഉപകാരമില്ലാതെയായി പോയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ചെറിയ ഒരു അറുപ്പോ ഒരു വെറുപ്പോ ഒരു മനുഷ്യനിക്ക് ഉണ്ടായാൽ ശഫാഅത്തില്ല. മൂന്നാമത്തെ കറാമത്ത് പറയുകയാണ്, അൽ-ഇഖ്തിദാഉ ബിൽ മലായിക. മൂന്നാമത്തെ കറാമത്ത് മലക്കുകളോടുള്ളതായ പിൻപറ്റലുണ്ട്, തുടരലുണ്ട്. എന്താ മലക്കുകളുടെ? മലക്കുകളും പറയുന്നു. ആ മലക്കുകൾ പറയുമ്പോൾ ആ മലക്കുകളുടെ കൂട്ടത്തിൽ മലക്കുകൾ ആരാ? അല്ലാഹു മനുഷ്യനെ പടക്കാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ പറഞ്ഞില്ലേ, രാത്രിയും പകലും ഊണും ഉറക്കമില്ലാതെ ഇബാദത്ത് എടുക്കാൻ ഞങ്ങളുണ്ടല്ലയോ. പിന്നെ എന്തിനാണ് മനുഷ്യനെ പടക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞ മലക്കുകൾ, അല്ലാഹുവിന്റെ കൽപ്പന പോലെ മാത്രം ചെയ്യുന്ന മലക്കുകളും അവരുടെ തുടരൽ, അവരെ പിൻപറ്റലും ഈ സ്വലാത്തിലുണ്ട്. സ്വലാത്ത് പറയുന്ന മനുഷ്യനിക്ക് മലക്കുകൾക്കുള്ള ഇഖ്തിദാ ഉണ്ട്, തുടരലുണ്ട്. നാലാമത്തെ കറാമത്ത് പറയുന്നു, മുഖാലഫത്തുൽ മുനാഫിഖി വൽ കുഫാർ. കാഫിരീങ്ങളോടും മുനാഫിക്കീങ്ങളോടും എതിരാവലുണ്ട്. ഏറ്റവും വലിയ വേദനിപ്പിക്കുന്ന വിഷയമാണ്. റസൂലുള്ളാഹിയുടെ മേൽ സ്വലാത്ത് പറയുമ്പോൾ മുനാഫിക്കായ മനുഷ്യനാണെങ്കിൽ വെറുക്കുന്നുണ്ടോ? അവൻ വേദനിക്കുന്നുണ്ട്, അവൻ വിഷമിക്കുന്നുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സ്വലാത്തിന്റെ ചില്ലറ കറാമത്തല്ല, ഒരുപാട് സ്വലാത്തിന് കറാമത്തുകളുണ്ട്. കൂഫയിൽ വെച്ചും കൊണ്ട് ഒരു സംഭവം മാത്രം ഞാൻ പറയുകയാണ്. കൂഫയിൽ വെച്ചും കൊണ്ട് ഒരു മനുഷ്യനെ പോലും സ്വലാത്ത് പറയുന്ന മനുഷ്യനുണ്ടായിരുന്നു. എങ്ങനെ സ്വലാത്ത് പറയുന്നു? എപ്പോഴും സ്വലാത്ത്, എല്ലാത്തിനും സ്വലാത്ത്, എപ്പോഴും സ്വലാത്ത്. ഏത് വിഷയത്തിനും അയാൾ പറയുന്നു സ്വലാത്ത്, എപ്പോഴും സ്വലാത്ത്. വീട്ടിൽ സ്വലാത്തിന്റെ മജ്‌ലിസും സ്വലാത്തും സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സ്വലാത്ത് എപ്പോഴും ചൊല്ലുന്നത് കേട്ടപ്പോൾ തൊട്ടടുത്തതായ ഒരു യഹൂദിക്ക് അസൂയ തോന്നി. അങ്ങനെ ഉണ്ടല്ലേ? കുറച്ചാരെങ്കിലും നന്നാവാൻ നോക്കുമ്പോ, നല്ലായിക്കൊണ്ട് വരുമ്പോ കാണുമ്പോ അല്ല നല്ല പറയും, പക്ഷെ ഉള്ളിൽ എന്തുണ്ടാവും? അസൂയുണ്ടാവും. അസൂയുണ്ടാവും. എപ്പോഴും എല്ലാവരുടെ മനസ്സിലുണ്ടാവും, ഓനേക്കാൾ എപ്പോഴും ഞാൻ നന്നാവണം, നല്ലവനാവണം, സ്ഥാനത്തിലും നല്ലവനാണ്, പേരിലും നല്ലവനാവണം, അവൻ്റെത് നശിക്കണം, എന്നത് ബാക്കിയാവണം എന്നെപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഒരു അസൂയക്കാരനായ യഹൂദി ഉണ്ടായിരുന്നു. എപ്പോ അസൂയാണ്, പക്ഷെ എനിക്ക് സഹിക്കാൻ കഴിയാതെ ഈ സ്വലാത്തിനെ ഒന്ന് ഇത്ര ഈ മനുഷ്യൻ എപ്പോഴും സ്വലാത്തിന്റെ കറാമത്ത് കാട്ടുന്നത്, അതിനൊന്ന് നിർത്തണമെന്ന് ഉദ്ദേശിച്ചിട്ട് ഇയാൾ എന്താക്കി അറിയോ?
ഒരു സ്വർണ്ണ നാണയം സൂക്ഷിക്കാൻ വേണ്ടി ഈ സ്വലാത്ത് പറയുന്ന മനുഷ്യന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. തിരിയുന്നില്ല, പറഞ്ഞാറാ ഇല്ലല്ലേ. സ്വർണ്ണ നാണയം ഈ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുപോയി കൊടുത്തു. ഈ മനുഷ്യൻ അങ്ങ് സൂക്ഷിച്ചു വെച്ചു. സത്യത്തിലാ സൂക്ഷിച്ചത്, ഇയാൾ വഞ്ചിക്കാൻ വേണ്ടി തന്നതെന്ന് അറിയാല. അങ്ങനെ സത്യത്തിൽ സൂക്ഷിച്ചു വെച്ചപ്പോ ഈ യഹൂദിയായ മനുഷ്യൻ അവൻ സൂക്ഷിച്ചു വെച്ച സ്ഥലത്തിൽ പോയി കട്ടുകൊണ്ടുവന്നുകൊണ്ട് സമുദ്രത്തിൽ കൊണ്ടുപോയി സമുദ്രത്തിന്റെ മധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ടോ ഈ മനുഷ്യനിങ്ങനെ സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന മനുഷ്യനാണ്. സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി കുറേ ദിവസം കഴിഞ്ഞിട്ടാകുമ്പോ ഇവൻ വന്ന് ചോദിക്കുന്നു, യഹൂദി വന്ന് ചോദിക്കുന്നു, എന്റെ സ്വർണം എവിടെയാ? നോക്കുമ്പോ അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം നടന്നിട്ടുണ്ട്. എന്താ സംഭവം? ഈ മനുഷ്യൻ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരുന്നില്ലേ? ഈ സ്വലാത്തിന്റെ കറാമത്ത് കൊണ്ട് ഈ കട്ടുപോയ മനുഷ്യൻ സമുദ്രത്തേക്ക് വലിച്ചെറിഞ്ഞ ആ സ്വർണത്തിനെ ഒരു മത്സ്യം, ഒരു മീനങ്ങ് പിതുങ്ങിട്ട് ആ മീന് പിടിക്കുന്ന മനുഷ്യന്മാർ പോയി മീന് പിടിച്ചു. അതിനെ കൊണ്ടുവന്ന് മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽപ്പനം ചെയ്തു. കൂഫയിൽ നിന്ന് മീൻ വാങ്ങി കൊണ്ടുപോയി ഈ മനുഷ്യൻ, സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യൻ കൊണ്ടുപോയി തന്റെ വീട്ടിൽ കൊണ്ടുപോയി മീൻ മുറിച്ചിട്ട് നോക്കുമ്പോ മീനിന്റെ വയറ്റിൽ സ്വർണമുണ്ട്. ഭാര്യ സന്തോഷത്തോടെ പറയുമ്പോ ഈ മനുഷ്യൻ പറയുന്നു, തൊട്ടടുത്തുള്ള വീട്ടിലുള്ളതായ മനുഷ്യൻ സൂക്ഷിക്കാൻ വെച്ച സ്വർണമാണിത്. സൂക്ഷിക്കുന്ന സ്ഥലത്ത് നോക്കുമ്പോ കാണുന്നില്ല. പക്ഷേ യഹൂദിയായ മനുഷ്യന് കുറെ ദിവസം കഴിഞ്ഞുകൊണ്ട് വന്ന് ചോദിക്കുകയാണ്, എന്റെ സ്വർണം തിരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ ഈ സ്വർണം അങ്ങ് കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോ യഹൂദി അങ്ങ് അന്തം വിട്ടു. സുബ്ഹാനല്ലാഹ്, അത്ഭുതപ്പെട്ടും കൊണ്ട് ചോദിക്കുകയാണ്, ഇത് എവിടെ നിന്ന് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യനിക്ക് അങ്ങ് വിശദീകരിച്ചു കൊടുക്കുകയാ. സ്വലാത്തിന്റെ കറാമത്താണ്. ഞാനതിനെ വിശദീകരിച്ച് വരികയല്ല. അപ്പൊ സ്വലാത്തിന് അത്രയും കറാമത്തുണ്ട്. മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ സ്വലാത്തുകളുടെ ചരിത്രങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനബർകൾ ഹജ്ജിലേക്ക് പോയി, എപ്പോഴും ഹജ്ജിന്റെ നിയത്ത് ചെയ്ത തവാഫിലും സ്വലാത്ത്, സഈലും സ്വലാത്ത്, മുടുക്കലയുന്നവിടെയും സ്വലാത്ത്, എല്ലാത്തിനും സ്വലാത്ത്. ആ സ്വലാത്ത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടുത്തെ ആൾക്കാർ ചോദിച്ചില്ലേ, മറ്റുള്ള ദിക്റുണ്ടല്ലേ, പിന്നെന്തിനാണ് സ്വലാത്ത് പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതെന്താ? നിന്റെ എന്ത് പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമാണ് സ്വലാത്ത്. അതുകൊണ്ട് അഞ്ചാമത്തെ കറാമത്ത് പറയുകയാണ്, മഹ്വുൽ ഖതായ വൽ ഔസാർ. നിന്റെ ദോഷങ്ങളെ അല്ലാഹു മായിച്ച് കളയുകയാണ്, നിന്റെ കുറ്റങ്ങളെ അല്ലാഹു മറച്ചു വെക്കുകയാണ്. അഞ്ചാമത്തെ കറാമത്താണ്, നീ എന്ത് തെറ്റ് ചെയ്താൽ അല്ലാഹു മറച്ചു വെക്കും നീ സ്വലാത്ത് ചൊല്ലൽ കൊണ്ട്. ആറാമത്തെ കറാമത്ത് പറയുകയാണ്, ഖളാഉൽ ഹാജാത്ത്. ഒരു മനുഷ്യൻ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് സ്വലാത്ത് പറയുന്നത്, അവന്റെ ഉദ്ദേശം അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഏഴാമത്തെ കറാമത്ത് പറയുന്നു, തൻവീറു ഖവായിറു വൽ അബ്സാർ. അവൻ്റെതായ ഉള്ളും പുറവും ശുദ്ധിയാകുന്നതാണ്. ഉള്ളും ശുദ്ധിയാകും, പുറവും ശുദ്ധിയാകും. ദിക്റ് ചൊല്ലൽ കൊണ്ട് മാത്രമല്ല, സ്വലാത്ത് പറയൽ കൊണ്ട് അവന്റെ കൽബിൽ അസൂയ വരൂല, കിബ്റ് വരൂല. ഉള്ളിലുള്ള സർവ്വ ആ രോഗങ്ങൾ എന്താകും? ശുദ്ധിയാകും, ക്ലിയറാകും. അതേപോലെ തന്നെ പുറവും ശുദ്ധിയാവും, പുറം ഭാഗത്തും കൂടി അവനിക്ക് ഒരു രോഗം പോലും അല്ല കൊടുക്കൂല. എട്ടാമത്തെ കറാമത്ത് പറയുന്നു, അന്നജാതു മിനന്നാർ. സ്വലാത്ത് പറയുന്ന മനുഷ്യനിക്ക് നരകത്തിൽ നിന്ന് മോചനയുണ്ട്, നരകത്തിൽ നിന്ന് രക്ഷയുണ്ട്. പോരെ. ഒമ്പതാമത്തെ കറാമത്ത് പറയുന്നു, സലാം
സലാമുൻ മലിക്കിൽ ഗഫാർ. റബ്ബിന്റെ ഭാഗത്തിലുള്ള എപ്പോഴും സലാമുണ്ട്. സലാം എന്ന് പറഞ്ഞാൽ രക്ഷയാണ്. രക്ഷയുടെ കുറെ ആയത്ത് ഖുർആനിലുണ്ട്. സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ, സലാമുൻ അലാ മൂസാ വഹാറൂൻ, സലാമുൻ അലാ ഇല്യാസീൻ, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, സലാമുൻ അലാ ഇബ്രാഹിം. ഇങ്ങനെയുള്ള 7 ആയത്തുകളും സലാം കൊണ്ട് തുടങ്ങുന്ന ആയത്തുകളുണ്ട്. എല്ലാത്തിനും അവനക്ക് രക്ഷ കിട്ടുന്ന കാര്യമാണ്. ഇത് 9ാമത്തെ കറാമത്താ. 10ാമത്തെ കറാമത്ത് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് 10ാമത്തെ കറാമത്താണ് ദുഖൂലുൽ ജന്ന. സ്വലാത്ത് പറയുന്ന മനുഷ്യനെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് കടത്തുന്നതാ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലെങ്കിൽ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു എല്ലാ സമയത്തും സ്വലാത്ത് പറഞ്ഞപ്പോ അവിടെ പറയുമായിരുന്നു, സ്വലാത്ത് നിർത്തിയിട്ട് ഹജ്ജിന്റെ ദിക്ർ ചൊല്ലിക്കോ, തവാഫിന്റെ ദിക്ർ ചൊല്ലിക്കോ, സഈന്റെ ദിക്ർ ചൊല്ലിക്കോ. അല്ലാഹുവിന്റെ റസൂൽ പറയുമായിരുന്നു, പറഞ്ഞില്ല. അതുകൊണ്ട് ഒരുപാട് കറാമത്തുള്ള കാര്യമാണ് സ്വലാത്ത് പറയൽ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, സ്വലാത്ത് വർദ്ധിപ്പിക്കണം. സ്വലാത്ത് എനിക്ക് ഒരുപാട്, സ്വലാത്ത് പറയുന്ന മനുഷ്യനിക്ക് റഹ്മത്തുണ്ട്, സ്വലാത്ത് പറയുന്ന മനുഷ്യനിക്ക് ബറക്കത്തുണ്ട്, സ്വലാത്ത് പറയുന്ന മനുഷ്യനിക്ക് എപ്പോഴും രക്ഷയുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മഹാനായ കഅബ്, ഒരു സ്വഹാബിയായ കഅബ് റളിയല്ലാഹു അൻഹു നബിയോട് വന്ന് ചോദിക്കുകയാണ്. 10 കറാമത്ത് പറഞ്ഞു. എന്നാ ഞങ്ങൾ എത്ര സ്വലാത്ത് പറയണോ? എന്നാ പറഞ്ഞതായിട്ട് കേട്ടതായിട്ടുണ്ടോ? ഉണ്ട്. 24 മണിക്കൂറും സ്വലാത്ത് പറയാൻ ഞങ്ങൾ ബാധ്യതയുള്ളവരാണ്. അങ്ങനെ റസൂൽ പറഞ്ഞോ? പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്നുകൊണ്ട് പറയുകയാണ്, സ്വലാത്തിന്റെ ആയത്ത്, മഹത്വത്തിന്റെ ആയത്ത് ഇറങ്ങിയപ്പോൾ കഅബ് റളിയല്ലാഹു അൻഹു നബിയോട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങേക്ക് ഞാൻ ദിവസത്തിന്റെ 1/3 ഭാഗം സ്വലാത്ത് ചൊല്ലട്ടെയോ നബിയേ? മൂന്നിൽ ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറിൽ 3 ഓഹരിയാകിട്ട് ഒരു ഭാഗം ഞാൻ സലാത്തിന് വേണ്ടി വെക്കട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ കുറച്ചെങ്കിൽ മതിയായെങ്കിൽ പറയുമായിരുന്നു, ആ മതി, അത്ര മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നീ അതിനേക്കാൾ ജാസ്തിയാക്കുകയാണെങ്കിൽ അത് നിനക്ക് ഉത്തമമാണ്. വീണ്ടും ആ സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ദിവസത്തിന്റെ പകുതി ഭാഗം 12 മണിക്കൂറോളം ഞാൻ സ്വലാത്ത് പറയട്ടെയോ? അപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇനിയും നീ ജാസ്തിയാക്കുകയാണെങ്കിൽ നിനക്കത് ഉത്തമമാണ്. ആരാണ് പറഞ്ഞത്? വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഞങ്ങളോട് ആരെങ്കിലും കാര്യം പറഞ്ഞ് അപ്പൊ തന്നെ അതിന് മറുപടി ഉണ്ട്, കിതാബിന്റെ അടിസ്ഥാനത്തിലുണ്ട്, ചോദിച്ചതിന് മറുപടി ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയല്ല. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയല്ല. വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. റസൂലുള്ളാഹിന്റെ ഏതൊരു ശബ്ദവും ഏതൊരു വാക്യവും ഖുർആൻ ഇറങ്ങിയിട്ടില്ലാതെ പറഞ്ഞിട്ടില്ല. ഉദാഹരണം വേണോ? നബിയുടെ സ്വഹാബത്തിൽപ്പെട്ട ഒരു സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് അട്ടഹാസിച്ച് കരഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? ഈ സ്വഹാബിക്ക് അങ്ങ് മറുപടി പറയാൻ കഴിയുന്നില്ല. ആ സ്വഹാബിയുടെ പേരാണ് സൗബാൻ. സൗബാൻ എന്നുള്ള സ്വഹാബി കരഞ്ഞ് റസൂലിനോട് പറയുകയാണ്. പറയാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ പറയാൻ സാധിക്കുന്നത് അങ്ങനെ ഉണ്ടല്ലേ? മനസ്സുകൊണ്ട് എന്തെങ്കിലും വേദനിച്ചാൽ പിന്നെ അവനിക്ക് പറയാൻ പോലും കിട്ടൂല. ആ അവസരത്തിൽ വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് സ്വഹാബേ, എന്താണ് സൗബാനെ
പറയുന്നത് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സൗബാൻ പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങ് ജീവിതത്തിൽ ജീവിക്കുമ്പോ അങ്ങേ കൂടെ ഞാൻ നിസ്കരിക്കുന്നു, അങ്ങേ കൂടെ ഞാൻ നോമ്പ് നോക്കുന്നു, അങ്ങയുടെ മുഖം ഞാൻ കാണുകയാണ്. ഞാനെങ്കാലും ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടാൽ എന്നെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ ഞാൻ മഹ്ശറിൽ കൂടിയാൽ ഞാൻ പിന്നെ നബിയുടെ മുഖം എവിടെ കാണാനാ? വേറെന്തും ആഗ്രഹമല്ല, നബിയെ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കണം എന്നുള്ള ആഗ്രഹമാണ്. ഈ ആഗ്രഹത്തെ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ റസൂൽക്ക് ഇത് പറയാമായിരുന്നു. എന്ത് ഇത്രയും അധികാരം കൊടുത്ത റസൂലുള്ളാഹിക്ക് അവിടെ നിന്ന് പറയാമായിരുന്നു, പേടിക്കണം ഞാനുണ്ട്. അല്ലാഹുവിന്റെ റസൂലും ഈ പറഞ്ഞ സ്വഹാബിയായ സൗബാനിനോട് ഒന്നും തിരിച്ചു പറഞ്ഞില്ല. ഉടൻ തന്നെ ഈ സൗബാൻ എന്ന സ്വഹാബിയുടെ ആ ദുഃഖം കണ്ടും കൊണ്ട് അവിടുന്ന് നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഖുർആനിന്റെ ആയത്ത് ഓതുകയാണ്. റസൂൽ ഒന്നും പറഞ്ഞില്ല, ഖുർആന്റെ ആയത്ത് ഓതി കൊടുക്കുകയാണ്. നബിയേ, ഇത് നിങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കുക. വമയ്യതുഇല്ലാഹ വറസൂൽ ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അപ്പോൾ സമാധാനം കിട്ടി. എന്താ ഇതിന്റെ അർത്ഥം? വമയ്യതുഇല്ലാഹ വറസൂലുഹു, അല്ലാഹുവിനെയും റസൂലിനെയും ഒരാളെ അനുസരിച്ചാൽ, സ്നേഹിച്ചാൽ, പിൻപറ്റിയാൽ, തുടർന്നാൽ ഫൗലൈക, അങ്ങനെയുള്ള കൂട്ടർ ബേജാറാകണ്ട. മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർ അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാ. അല്ലാഹു അനുഗ്രഹിച്ചവർ ആരാണ്? അത് നബിമാരുടെ കൂടെയാണ്, സിദ്ദീഖീങ്ങളുടെ കൂടെയാണ്, ശുഹദാക്കന്മാരുടെ കൂടെയാണ്, സ്വാലിഹീങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിലനിൽക്കുന്നത്. ഞങ്ങൾ സ്വാലിഹീങ്ങളെ പിൻപറ്റുന്നവരാണ്, നബിമാരെ പിൻപറ്റുന്നവരാണ്, ഔലിയാക്കന്മാരെ പിൻപറ്റുന്നവരാണ്, അവരെ ആദരിക്കുന്നവരാണ്, അവരെ ബഹുമാനിക്കുന്നവരാണ്. അവരെ കൂട്ടത്തിൽ നിലനിന്നവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലു എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ അഹ്ലുക്കാർ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഹദീസിനെ പിൻപറ്റുന്ന ആൾക്കാർ, വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് കൊണ്ടുവന്നതിന് കൊണ്ടുവരുന്നവർ. മനസ്സിലായ? ഖുർആൻ ഹദീസ്, ഖുർആൻ ഹദീസ്, ഖുർആനുണ്ട് ഹദീസ്, ഖുർആനുണ്ട് ഹദീസ്, ഖുർആനുള്ളത് ഹദീസുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണ്ടേ? പിന്നെ എന്റെ മുഅ്മിനീങ്ങളെ ഗൗരവമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ. സത്യം മനസ്സിലാക്കിക്കൊണ്ട് സത്യത്തിന്റെ പിന്നിൽ അടിവറക്കാൻ റബ്ബ് തആല തൗഫീഖ് നൽകട്ടെ. വിജയികളുടെ ശർറുകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ദിവസത്തിന്റെ രണ്ട് ഭാഗവും സ്വലാത്ത് പറയട്ടെയോ? ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇനിയും നീ ജാസ്തിയാക്കുകയാണെങ്കിൽ അതിനൊക്കെ ഉത്തമമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ വഹി വരാതെ, ജിബ്രീൽ പറയാതെ ഒന്നും പറയില്ല. ആ സ്വഹാബത്തിന്റെ കാര്യങ്ങൾ ചരിത്രം ഞാൻ പറഞ്ഞില്ലേ? എന്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് വഹി വരണം. സ്വഹാബത്തിന്റെ സമാധാനപ്പെടുത്തിയ സംഭവമല്ലേ? സഹാബിയെ, നീ ആരെ സ്നേഹിക്കുന്നു അവരെ കൂടെ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മുഅ്മിനീങ്ങളെ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, 24 മണിക്കൂറോളം നീ സ്വലാത്ത് ചൊല്ലിയാൽ നിന്റെ സമയമെല്ലാം നീ സ്വലാത്തിന് മാറ്റിവെച്ചാൽ, ആ ഹദീസിൽ പറയുന്നു, അപ്പോൾ അന്നേരത്ത്
നിന്റെ ടെൻഷൻ ഇല്ലാതെയാകുന്നു, നിന്റെ ദുഃഖം തീരുന്നു, നിന്റെ തീരുകയാണ്. ഇദൻ തുഖ്ഫ അമ്മുക, നിന്റെ ബേജാറില്ലാതെയാകുന്നു. വതുഗ്ഫറു ദുനൂബക, നിന്റെ ദോഷങ്ങളെ അല്ലാഹു പൊറുപ്പിക്കുന്നതാണ്. സ്വലാത്ത് പറഞ്ഞാൽ ദോഷം പൊറുപ്പിക്കുമെന്ന് പറഞ്ഞാൽ സ്വലാത്തിന് അധികരിപ്പിക്കലല്ലേ നല്ലേ എന്ന് ചോദിക്കുന്നവർ ഉണ്ടാകും. എന്താണ് സ്വലാത്തിന്റെ മഹത്വം? എങ്ങനെ ചെല്ലിയാലും, ഒരാൾ പേരിന് ചെല്ലിയാലും, പ്രശസ്തിക്കും ചെല്ലിയാലും, ആൾക്കാർ കാണാൻ വേണ്ടി ചെല്ലിയാലും, വലിയ ഒരു സ്വലാത്ത് പറയുന്നവനാണ് വിചാരിക്കട്ടെ എന്ന് മനസ്സിൽ കരുതിട്ട് കിബ്റോട് ചൊല്ലിയാലും പ്രതിഫലം തടയാത്ത ഏകൈക ഒരു അമലുണ്ടെങ്കിൽ അത് സ്വലാത്ത് മാത്രമാണ്. നാളെ സുബഹി നിസ്കാരത്തിൽ വരുമ്പോ നിസ്കരിക്കാൻ ഞാൻ ഇന്ന് പോയില്ലെങ്കിൽ എല്ലാവരും ഇല്ലെങ്കിൽ ചെല്ലുവോ എന്തേ? അങ്ങനെ നീ വിചാരിച്ച് വന്ന ഇനി നിസ്കരിച്ചത് അവർക്കായത്, നാളെ ആഖിറത്തിൽ കിട്ടൂല. സ്വലാത്ത് അങ്ങനല്ല. സ്വലാത്തിന് എങ്ങനെ ചെല്ലിയാലും സ്വലാത്തിന് പ്രതിഫലം കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കാരണം വേറെ ഒരു ഇബാദത്തും അല്ല പറഞ്ഞില്ല. ഞാൻ ചെയ്യുന്നു, ഞാൻ നിസ്കരിക്കുന്നു, നിങ്ങൾ നിസ്കരിക്കും. ഞാൻ നോമ്പ് നോക്കുന്നു, നിങ്ങൾ നോമ്പ് നോക്കുന്നു. ഞാൻ ഹജ്ജ് ചെയ്യുന്നു, നിങ്ങൾ ഹജ്ജ് പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞതോ ഞാൻ ചെയ്യുന്നു, നിങ്ങൾ ചെയ്യുക. എന്റെ മലക്കുകൾ ചെയ്യുന്നു, നിങ്ങളും ചെയ്യുക. എന്തൊരു ഗൗരവമാണ് ആയത്തിന്റെ അടിസ്ഥാനം. ആയത്തിന്റെ തഫ്സീൽ എത്രയാണ് ഗൗരവമുള്ളത്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ സ്വലാത്ത് പറയൽ കൊണ്ട് ഒരുപാട് സമാധാനം നമുക്ക് കിട്ടുന്നതാണ്. കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് നമുക്ക് കിട്ടുകയാണ്. ഒരിക്കൽ ഒരു സ്വഹാബി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സദസ്സിലേക്ക് വന്നവർ ചോദിച്ചു, എന്താണ് ഈ സ്വഹാബത്ത് ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അപ്പോൾ സ്വഹാബത്ത് പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് ജിബ്രീൽ വന്ന് പോയിട്ടേ ഉള്ളൂ, ഇപ്പൊ വന്നു പോയിട്ടേ ഉള്ളൂ എന്ന് വന്നിട്ട് എന്ത് ചെയ്തു? ജിബ്രീൽ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഖാല യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ. ജിബ്രീൽ വന്ന് പറയണമെങ്കിൽ ആര് പറഞ്ഞിട്ട് വേണോ? ജിബ്രീൽ വന്ന് പറയണമെങ്കിൽ ആര് പറയണോ? അല്ല പറയണ്ടേ? അല്ല പറയണ്ടേ? അല്ലാഹു ഖുദ്സിയായ ഹദീസാണ്. അല്ല പറഞ്ഞിട്ട് ജിബ്രീൽ വന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്ഥിരീകരിക്കുകയാണെങ്കിൽ അതിലേക്ക് പറയുന്നു ഖുദ്സിയായ ഹദീസ് എന്ന് പറയുന്നു. സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ ഇരിക്കുമ്പോ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നെ വന്ന സ്വഹാബി ചോദിക്കുകയാണ്, എന്താ ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അപ്പോൾ അവിടുന്ന് പറയുകയാണ്, ജിബ്രീൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് മൻ സല്ല അലയ്യ സ്വലാതൻ വാഹിദ ഖതബല്ലാഹു ബിഹാ 10 حسنات ومعا 10 سيئات ورفع بها 10 درجات أو كما شفعنا رسول الله. يا نبي سلام عليكم يا رسول سلام സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, 2 ദിവസത്തിൽ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എന്റെയും നിങ്ങളുടെയും ഇടയിൽ മറയില്ല കേട്ടോ. ഒന്ന് വെള്ളിയാഴ്ച രാത്രിയും തിങ്കളാഴ്ച രാത്രിയാണ്. ഇപ്പൊ നിങ്ങൾ ചെല്ലിയ സ്വലാത്ത് റസൂലുള്ളാഹിന്റെ റൗളയിലേക്ക്, അവിടുത്തെ ഹദ്റത്തിലേക്ക് നേരിട്ട് എടുക്കുന്ന സമയമാണ്. ചൊല്ലിക്കോ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ വന്നുകൊണ്ട് ജിബ്രീൽ പറയുകയാണ്, യാ റസൂലല്ലാഹ് മൻ സല്ലാ അലൈഹ സ്വലാതൻ വാഹിദ, തങ്ങളുടെ മേൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഖതബല്ലാഹു ബിഹാ 10 ഹസനാത്ത്, അവന്റെ മേൽ 10 നന്മകൾ 10 നന്മകൾ രേഖപ്പെടുത്തുകയാണ്. തീർന്നിട്ടില്ല,
അവനിൽ നിന്നുള്ള 10 തിന്മകൾ മായ്ച്ചു കളയുന്നതാണ്. 10 സ്ഥാനങ്ങൾ അല്ലാഹു അവനിക്ക് ഉയർത്തി കൊടുക്കുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി. എന്തോരു പവറല്ലേ സ്വലാത്തിനുള്ളത്, എന്താണെന്തല്ലേ പവറുള്ളത്. ഞങ്ങൾ വിചാരിച്ചത് പോലെയല്ല എപ്പോഴും സ്വലാത്ത് പറയാ, എപ്പോഴും സ്വലാത്ത് പറയാ. ഒരു മനുഷ്യന്റെ ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ സ്വലാത്ത് പറയണം. ഒരു മനുഷ്യന്റെ നിസ്കാരം സ്വഹിയാകണമെങ്കിൽ സ്വലാത്ത് പറയണം. കുതുബ സ്വഹിയാകണമെങ്കിൽ സ്വലാത്ത് പറയണം. ഹജ്ജ് സ്വഹിയാകണമെങ്കിൽ അവിടെയും സ്വലാത്ത് പറയണം. മർവയിലും സ്വലാത്ത് പറയണം. സഫയിലും സ്വലാത്ത് പറയണം. എല്ലാ സമയത്തും സ്വലാത്ത് പറയണം. എല്ലാ കാര്യത്തിൽ നിന്ന് ബറക്കത്ത് നേടിയെടുക്കാൻ സ്വലാത്ത് പറയണം. അത് ദുആക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന കാരണമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള സ്വലാത്ത് നമുക്ക് വർദ്ധിപ്പിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വലാത്ത് ഒരു മനുഷ്യന് കൂടുതലായിട്ട് പറഞ്ഞാൽ അവൻ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണാം. സ്വപ്നത്തിൽ കാണുക എന്ന് പറഞ്ഞാൽ യാതൊരു മനുഷ്യനെ സ്വപ്നത്തിൽ കണ്ടാൽ ചിലപ്പോൾ ഇബ്ലീസിന്റെ രൂപത്തിൽ കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കിയ മനുഷ്യന് സ്വപ്നത്തിൽ കണ്ടാൽ വേറെ ഒരു രൂപത്തിലോ, ഒരു ശൈത്താന്റെ രൂപത്തിലോ, ഒരു കോലത്തിലോ, ഇബ്ലീസിന്റെ രൂപത്തിലോ കാണാൻ സാധ്യമല്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. മൻ റആനി ഫീ മനാമിഹി, ഒരു മനുഷ്യൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടാൽ റആനി യൗമൽ ഖിയാമ, അവൻ നാളെ ഖിയാമ ദിവസത്തിൽ ഉറപ്പായിട്ട് കാണുന്നതാണ്. വമൻ റആനി യൗമൽ ഖിയാമ, ഒരാൾ ഖിയാമ ദിവസത്തിൽ എന്നെ കണ്ടാൽ തശഫഅതു ലഹു, അവനിക്ക് ഞാൻ ശുപാർശ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അവനിക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യും. വമൻ തശഫഅ, വമൻ വർതനിക്ക് എൻ്റെ ശഫാഅത്ത് കരസ്ഥമാക്കിയാൽ വശുരിബ മിൻ ഹൗലി, എൻ്റെ ഹൗലുൽ കൗസറിൽ നിന്ന് അവനിക്ക് നാല കുടിപ്പിക്കുന്നതാണ്. ലോകത്തിൽ 5 വെള്ളമുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അല്ലാഹുവിന്റെ റസൂലിന്റെ വിരലിന്റെ ഇടയിൽ വന്ന വെള്ളമാണ്. രണ്ടാമത്തെ വെള്ളം സംസം വെള്ളമാണ്. മൂന്നാമത്തെ വെള്ളം ഹൗലുൽ കൗസറിന്റെ വെള്ളമാണ്. നാലാം മഹ്ശറയിൽ വെന്തുരുകുന്ന സമയത്തിൽ നമുക്ക് കുടിപ്പിക്കപ്പെടുന്ന വെള്ളമാണ് ഹൗലുൽ കൗസർ വെള്ളം. അത് ദുനിയാവിന്റെ വെള്ളം പോലത്തെ വെള്ളമല്ല, സംസം വെള്ള പോലെയല്ല. ഒരു മനുഷ്യൻ ഹൗലുൽ കൗസറിൽ നിന്നോ ഒരു മുറുക്കു കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനിക്ക് ദാഹമുണ്ടാവൂലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ ഹൗലുൽ കൗസറിന്റെ വെള്ളം ഒരു മനുഷ്യൻ കുടിച്ചാൽ അതേ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹറമല്ലാഹു ജസദഹു അലന്നാർ, അവനിക്ക് അല്ലാഹ് നരകം ഹറാമാക്കിയിരിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ മുഅ്മിനീങ്ങളെ, എത്രയെത്ര സ്വലാത്തുണ്ട്. നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എന്തുണ്ട്? ഞാൻ കുറച്ച് സ്വലാത്തിന്റെ മഹത്വം മാത്രം പറയുന്നു. ഇൻഷാ അല്ലാഹ് സ്വലാത്ത് പറഞ്ഞു തീരാത്ത വിധത്തിലുള്ള സ്വലാത്തുണ്ട്. എന്താണ് സ്വലാത്തുൽ ഉമ്മി എന്ന് പറയുന്ന ഒരു സ്വലാത്തുണ്ട്, സ്വലാത്തുൽ ഉമ്മി. മറ്റൊരു സ്വലാത്തുണ്ട് സ്വലാത്തു ആലിൽ ഖദർ. മറ്റൊരു സ്വലാത്തുണ്ട് സ്വലാത്തു തിബ്ബുൽ ഖുലൂബ്. മറ്റൊരു സ്വലാത്തുണ്ട് സ്വലാത്തു ഇബ്രാഹിമിയ. മറ്റൊരു സ്വലാത്തുണ്ട് സ്വലാത്തുൽ ഫാത്തിഹ. മറ്റൊരു സ്വലാത്തുണ്ട് സ്വലാത്തുൻ നാരിയ. മറ്റൊരു സ്വലാത്തുണ്ട് സ്വലാത്തുൽ ഖാജി. ഇതല്ലാത്ത ഒരുപാട് സ്വലാത്തുണ്ട്. ഇതിന്റെ മഹത്വം ഞാൻ പറയുകയാണ്. സ്വലാത്തുൽ ഉമ്മി എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അത് സ്വലാത്തുൽ ഉമ്മി എന്ന് പറയുന്നു. ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ ഓരോ ദിവസം 500 വട്ടം ചൊല്ലിയാൽ അവൻ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണാതെ മരിക്കൂല.
ഉറപ്പിച്ചു, സംശയം വേണ്ട. രണ്ടാമത്തെ സ്വലാത്താണ് സ്വലാത്തു ആലിൽ ഖദ്ർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അളീമിൽ ജാഅ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. രണ്ടാമത്തെ സ്വലാത്താണ്. രണ്ടാമത്തെ സ്വലാത്തും കണക്കൂട്ടണ്ട, ഒരുപാട് സ്വലാത്തുണ്ട്. ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ രണ്ടാമത്തെ സ്വലാത്താണ്. ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ ദിവസത്തിൽ പതിവായി ഒരു പ്രാവശ്യമോ 10 പ്രാവശ്യമോ, ദിവസത്തിൽ കുറഞ്ഞത് 10 പ്രാവശ്യം, വെള്ളിയാഴ്ച രാത്രി 100 പ്രാവശ്യം ചൊല്ലിയാൽ ആ മനുഷ്യൻ മരണസമയത്തിൽ അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ കലിമ ചൊല്ലാൻ ഹാജരാകും, ഖബറിൽ ഹാജരാകും, മഹ്ശറയിൽ ഹാജരാകും. ചൊല്ലിക്കോ, ദിവസത്തിൽ 10 പ്രാവശ്യം ചൊല്ലിക്കോ, വെള്ളിയാഴ്ച രാത്രി 100 പ്രാവശ്യം ചൊല്ലിക്കോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊരു സ്വലാത്തുണ്ട്, സ്വലാത്തു തിബ്ബിൽ ഖുലൂബ്. തിബ്ബിൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ രോഗത്തിന് ശിഫാ നൽകുന്ന സ്വലാത്താണ്. രോഗത്തിന് ശിഫാ കാട്ടുന്ന സ്വലാത്താണ്. ഒരു മനുഷ്യൻ ചൊല്ലി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വളിയാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവന്റെ ശരീരത്തിലുള്ള രോഗത്തിന് ശിഫാ കിട്ടും. മാത്രമല്ല, കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടവർ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കിട്ടുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. ഇനി പറയുന്ന സ്വലാത്ത് സ്വലാത്തുൽ ഇബ്രാഹിമിയ. സ്വലാത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് ഇബ്രാഹിമിയാണ്. ഞങ്ങൾ അത്തഹിയാത്തിൽ പറയുന്ന സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ എപ്പോഴും ചൊല്ലിയാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടിയിട്ടല്ലാതെ ഇല്ല. ഉറപ്പായിട്ട് ശഫാഅത്ത് കിട്ടും. അതുകൊണ്ടാണ് ഈ സ്വലാത്ത് ഞങ്ങൾ ഇവിടെ പറയുന്നു, നിസ്കാരത്തിൽ പറയുന്നു. മയ്യത്ത് നിസ്കാരം സ്വഹിയാകണമെങ്കിൽ ഈ സ്വലാത്ത് പറയണം, സ്വലാത്ത് പറയണം. ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്താണ് സ്വലാത്ത് ഇബ്രാഹിമിയ. മറ്റൊരു സ്വലാത്ത് ഞാൻ പറയുന്നു, സ്വലാത്തുൽ ഫാത്തിഹ. ഞാൻ ദുആയുടെ തുടക്കം നിങ്ങളോട് പറഞ്ഞു. ദുആയിരുന്നു ഞാൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹ ലിമാ ഉഗ്ലിക വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിൽ അദീം. ഈ ഒരു സ്വലാത്ത് എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്നാൽ അവനിക്ക് എപ്പോഴും അല്ലാഹു വിജ്ഞാനം വർദ്ധിപ്പിക്കും, അറിവ് വർദ്ധിപ്പിക്കും, ഇൽമു ജാസ്തിയാക്കി തരും. മാത്രവുമല്ല അവന്റെ ആഗ്രഹങ്ങൾ അല്ലാഹു പൂർത്തിയാക്കും. എന്നുള്ള മനസ്സിൽ ആഗ്രഹമില്ലേ, അതെല്ലാം പൂർത്തിയാക്കാനുള്ള സ്വലാത്താണ്. ആഗ്രഹങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ 1 ജണ്ട് ചെല്ലിയാ പോരാ, 1 ലക്ഷം നിയത്ത് വെച്ച് ചൊല്ലണം. 1 ലക്ഷത്തോളം നിയത്ത് വെച്ചിട്ട് ഈ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ എന്ത് ഉദ്ദേശിച്ചത് അത് പൂർത്തിയാവാതില്ല. ഇതിനൊരു സ്വലാത്താണ് സ്വലാത്തു നാരി. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ തഅമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستصغى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ എല്ലാ ഫർനിസ്കാരത്തിന്റെ ശേഷം ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവനിക്ക് ഭക്ഷണത്തിന് ദാരിദ്ര്യമുണ്ടാവൂല, അവനക്ക് തന്ന സമ്പത്ത് അല്ലാഹു കുറക്കൂല, അല്ലാഹു അവനിക്ക് സമ്പത്ത് ഏറ്റി കൊടുക്കുന്നതാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊരു സ്വലാത്ത് പറയുന്നു സ്വലാത്തു താജ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് സാഹിബി താജ് വൽ മിഅറാജ്. പൂർത്തിയാക്കി ഞാൻ പറയുന്നില്ല. ആ സ്വലാത്ത് ഒരു മനുഷ്യൻ എപ്പോഴും പറഞ്ഞാൽ ബലാല് മുസീബത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടും. കടങ്ങളുണ്ടെങ്കിൽ അവനക്ക് തീരും. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വപ്നം കാണും. ജീവിതത്തിൽ എപ്പോഴും ആനന്ദം ആഹ്ലാദം ഉണ്ടാകും എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ സ്വലാത്തിന്റെ മഹത്വത്തിൽ പറഞ്ഞ വിഷയമാണ്. എന്റെ മുഅ്മിനീങ്ങളെ, സ്വലാത്ത് പറയുന്നതിൽ എപ്പോഴും ബഖീൽ കാട്ടണ്ട. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചില്ലേ, ഏറ്റവും വലിയ കഞ്ചൂസാറാ, പൈസ കൊടുക്കാത്തവനല്ല, ദീനിന് ചെലവാക്കാത്തവനല്ല, നിസ്കരിക്കാത്തവനല്ല. പിന്നെ റസൂലുള്ളാഹി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് പറയാത്തവനാൻ അവൻ കഞ്ചൂസാൻ, അവൻ ബഖീലാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയം. എന്റെ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് സ്വലാത്തിന് എപ്പോഴും മടി കാണിക്കണ്ട. ഇനി നമുക്ക് സ്വലാത്തല്ല ഞങ്ങൾ ചെന്നു ഉസ്താദേ, പുറയിൽ ചെന്നില്ലേ, പോയോടെ ചെന്നില്ലേ, വന്നോടെ ചെന്നില്ലേ, ബസ്സിൽ ചെന്നില്ലേ, ഇനിങ്ങനെ മൈക്കല്ല കെട്ടിട്ട് ഈ തിങ്കളാഴ്ച രാത്രി പള്ളിയിൽ വെച്ചോളണോ? അങ്ങനെ എന്തെങ്കിലും അല്ലാഹ് റസൂലിന്റെ കാലത്ത് അത് ഉണ്ടായിരുന്നു. അങ്ങനെ ചെല്ലുന്ന ആൾക്കാരുണ്ട്. അവരെ ഗൗരവമായി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون. ഈ ആയത്തിൽ പറയുന്നത്, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ വഞ്ചിക്കണ്ട പറഞ്ഞ് വഞ്ചിക്കാൻ നടത്തിയ സലാത്ത പറയണോ വേണ്ടി നിങ്ങൾ തീരുമാനിക്കും. നിങ്ങളോട് വിശ്വസ്തമായി തന്ന വസ്തുവിനെയും നിങ്ങൾ വഞ്ചിക്കണ്ട. നിങ്ങൾക്ക് വിശ്വസ്തമായി ചില കാര്യങ്ങൾ അല്ലാഹു തന്നിട്ടുണ്ട്. എന്ത് അല്ലാഹു വിശ്വസ്തയോടുകൂടി നിങ്ങൾ വഞ്ചിക്കണ്ട എന്ന് പറഞ്ഞു തന്നത്? കണ്ണ്, വായ, നാവ്, ചെവി, അവയവം. അത് പെത്തിട്ട് പെരുമ്പന്നെ ഉള്ളതല്ലേ ഉസ്താദേ? പെത്തിട്ട് പെരുമ്പന്നെ ഉള്ള അത് അമാനത്താണ്. അല്ലാഹു തആല നമുക്ക് ചെയ്ത വലിയ അമാനത്താണ്. കണ്ണ് എന്നുള്ളത്, കൈ എന്നുള്ളത്, കാല് എന്നുള്ളത്, കാത് എന്നുള്ളത്, ഹൃദയം എന്നുള്ളത്, ഇതെല്ലാം അല്ലാഹ് തന്നത്. വേണ്ട സ്ഥലത്ത് വേണ്ട വിധത്തിൽ അല്ലാഹ് സൃഷ്ടിച്ചത് വെറുതെയല്ല. ഒരു ആദം നബിനെ ഈ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കുമ്പോ മനുഷ്യന്റെ ഉത്പാദനയുടെ ഒരു ഉത്ഭവം മണ്ണിൽ നിന്ന് കലക്ഷൻ ഉണ്ട് കേട്ടോ. ആദം നബിനെ മണ്ണ് കൊണ്ടാ പഠിച്ചത്, എല്ലാവർക്കും അറിയും അല്ലേ? സ്വർഗത്തിൽ വേറെ എന്തെങ്കിലും വസ്തു ഇല്ലാത്തത് കൊണ്ടാ അല്ല, മനുഷ്യനിക്ക് ഒരുപാട് പാഠം പഠിക്കാനുണ്ട്, ഉൾക്കൊള്ളാനുണ്ട്. ആ മണ്ണ് കൊണ്ട് പഠിച്ച ആദമിന്റെ ശരീരത്തിലുള്ളതായ ഇന്ദ്രിയത്തുള്ളി കൊണ്ടാണ് മനുഷ്യനെ അല്ലാഹ് പടച്ചത്. പിന്നെ ഇന്ദ്രിയത്തുള്ളി കൊണ്ടാണ് അല്ലാഹ് പടച്ചെന്ന് പറയുമ്പോ ഈ ഇന്ദ്രിയത്തുള്ളിയുടെ ഉത്പാദന ഉത്ഭവം ആഹാരമാണ്. ഒരു മനുഷ്യനിക്ക് ആരോഗ്യം, ആഫിയത്ത് കിട്ടുന്ന എങ്ങനെ? ഒരു മനുഷ്യനിക്ക് ആഫിയത്ത് കിട്ടുന്നതാണ് ചോറുണ്ടേ, ചോറ് വയ്ക്കണ്ടേ? ചോറ് വയ്ച്ചെങ്കിൽ ആഫിയത്ത് ഉണ്ടാകുന്നേ. ആ ഭക്ഷണമാണ് മനുഷ്യന്റെ ആഫിയത്തിന്റെ നിലനിൽപ്പെങ്കിൽ ആ ഭക്ഷണത്തിന്റെ ഉത്ഭവം എന്താണ്? മണ്ണാണ്. അപ്പൊ മണ്ണിൽ നിന്ന് ഉത്ഭവിച്ച ആ ആഹാരം കഴിച്ച മനുഷ്യനിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഇന്ദ്രിയത്തുള്ളി. ആ ഇന്ദ്രിയത്തുള്ളിൽ നിന്ന് പടക്കപ്പെട്ട മനുഷ്യനിക്ക് അല്ലാഹ് കൊടുത്ത കയ്യും കണ്ണും കാലും ഉണ്ടല്ലേ, അത് അമാനത്താണ്. മറ്റൊരു ഹദീസിൽ അല്ലാഹ് പറയുന്നു, കുല്ലുക്കും റായി വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. നിങ്ങൾക്ക് ഞാൻ തന്ന ഓരോ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളെ കണ്ണിനെ കുറിച്ച് ഞാൻ ചോദിക്കും, ചെവിയെ കുറിച്ച് ചോദിക്കും, പിന്നെ മൂക്കിനെ കുറിച്ച് ചോദിക്കും, നാവിനെ കുറിച്ച് ചോദിക്കും, ഹൃദയത്തെ കുറിച്ച് എന്ത് ചോദിക്കും? കണ്ണുകൊണ്ട് എന്ത് നീ കണ്ടോ, ചെവി കൊണ്ട് എന്ത് കേട്ടോ, നാവ് കൊണ്ട് എന്ത് മുണ്ടി, നിന്റെ നാവ് കൊണ്ട് എത്താരെ പ്രയാസപ്പെടുത്തി, എത്താരെ വേദനിപ്പിച്ചു, എത്താരെ ബുദ്ധിമുട്ടിച്ചു. നിന്റെ കൈ കൊണ്ട് അല്ലാഹ് കേൾക്കാതിരിക്കൂല, നാവ് കൊണ്ട് അല്ലാഹു കേൾക്കാതിരിക്കൂല. നാവിനെയും കയ്യിനെയും ഗുഹ്യസ്ഥാനത്തെയും അല്ലാഹു എടുത്തു പറഞ്ഞു. എന്തേ? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി ഔ കമാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു യഥാർത്ഥ സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ മറ്റുള്ള മുസ്ലിമീങ്ങൾ ഇവന്റെ കയ്യിൽ നിന്നും ഇവന്റെ നാവിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. നിന്റെ കൈ കൊണ്ടും നിന്റെ നാവ് കൊണ്ട് ഒരാളെയും ഞാൻ വേദനിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിനക്ക് സ്വർഗം ഞാൻ ജാമ്യന് നൽകാം. ആർക്കെങ്കിലും ഉണ്ടോ?
ഈ രണ്ട് അവയം കൊണ്ട് ജാമ്യന് നിൽക്കാൻ പറ്റിയ ആരെങ്കിലും ഞാനില്ല. ഇങ്ങ ആരെങ്കിലും എന്തോ ഒരു ഗൗരവമാണ് ഹദീസിൽ പറഞ്ഞത്. മൻസലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, മറ്റ് മുസ്ലിമീങ്ങൾ ഇവന്റെ കയ്യിൽ നിന്നും റാമിൽ നിന്നും രക്ഷപ്പെട്ടവരാണ്. ഇങ്ങോട്ട് ഉപദ്രവിച്ചാലും ഇങ്ങോട്ട് വേദനിപ്പിച്ചാലും അങ്ങോട്ട് വേദനിപ്പിക്കണ്ട, അങ്ങോട്ട് പ്രയാസപ്പെടുത്തണ്ട, അങ്ങോട്ട് പ്രയാസപ്പെടുത്തരുതേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അതിന്റെ ഗൗരവത്തിൽ മറ്റൊരു ഹദീസിൽ പറയുന്നു, മയ്യദ്മനലി മാ ബൈന ലൈഹൈഹി وما بين فخذيه أضمن له بالجنة أو كما شفعنا رسول الله. രണ്ട് താടിയല്ലിന്റെ ഉള്ളിലുള്ള സാധനം ഏത്? നാവ്. രണ്ട് തുടകളുടെ ഇടയിലുള്ള സാധനം ഗുഹ്യസ്ഥാനം. ഇത് രണ്ട് കൊണ്ട് എനിക്ക് ഒരാൾ ജാമ്യം നിന്നാൽ, ജാമ്യന് നിന്നാൽ അൽമന ലഹു ബിൽ ജന്ന, അവനിക്ക് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നൽകാമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇനി ബാക്കിയുള്ള അവയവങ്ങൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി. കാൽ കൊണ്ട് എത്ര ഹറാമ് ചെയ്തു, ഹൃദയം കൊണ്ട് എത്ര ചിന്തിച്ചു, എത്ര അസൂയപ്പെട്ടു. നാം സത്യവിശ്വാസിയാവൂല, മുഅ്മിനാവൂല. അല്ലാഹു പറയുന്നു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെയും വഞ്ചിക്കണ്ട, നിങ്ങൾക്ക് വിശ്വസ്തമായി അമാനത്തിന് നിങ്ങൾ വഞ്ചിക്കണ്ട. വഅൻതും തഅലമൂൻ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയും, എന്നിട്ട് നിങ്ങൾ വഞ്ചിക്കുകയാണെങ്കിൽ അല്ലാഹു പൊറുക്കൂല കേട്ടോ. ഒരു കാലഘട്ടം വരും, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ സുന്നത്ത് എല്ലാം വിട്ടുപോകും. ഒരു വിഭാഗക്കാർ സുന്നത്ത് ഹയാത്താക്കും, ഒരു കൂട്ടാർമാർ സുന്നത്തിനെല്ലാം ഉപേക്ഷിക്കും. അങ്ങനെയുള്ള കാലഘട്ടം വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. അലൈക്കും ബിസുന്നതി വസുന്നത്തി ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന മിൻ ബഅദി الله عليه بالنواجذ أو كما شفعنا رسول الله. ഒരു കാലഘട്ടം വരും, അന്ന് എന്റെ നിങ്ങൾ സുന്നത്തിന് നിങ്ങൾ ഹയാത്താക്കണം, അന്ന് എന്റെ സുന്നത്തിന് നിങ്ങൾ ഹയാത്താക്കണം. നബിയുടെ കാലത്ത് സഹാബത്ത് സ്വലാത്ത് ഇരുന്ന് ചൊല്ലിന ചോദിക്കണ്ട. സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണെങ്കിലും അല്ലാഹുവിന്റെ റസൂലും സഹാബത്ത് ഇരുന്ന് ചൊല്ലണം ചോദിക്കണ്ട. എന്തേ? സുന്നത്തിനെ ഹയാത്താക്കാനാണ് പറഞ്ഞത്. അലൈക്കും ബിസുന്നതി, അലൈക്കും ബിസുന്നതി, സുന്നത്ത് കൊണ്ട് നിങ്ങൾ നിർബന്ധമാക്കണം, മുറുകെ പിടിക്കണം. മനസ്സിലാകുന്ന പറയുന്നത് മനസ്സിലാകുന്ന ആ സുന്നത്ത് കൊണ്ടാണ് ഞങ്ങൾ ഹയാത്താകുന്നത്. വസുന്നത്തു ഖുലഫാഉർ റാഷിദീനൽ മുഹ്ദിയീന, ഹിദായത്ത് സിദ്ധിച്ച ആ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്ത് കൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കണം. എന്നിട്ട് മുറുകെ പിടിച്ചാൽ മാത്രം പോരാ, ഹദീസിന്റെ അവസാനം പറയുന്നു, അള്ളൂ ബിന്നവാജിദി, ആ സുന്നത്തുകളെ കൊണ്ട് നിങ്ങൾ അണപ്പല്ലുകളെ കൊണ്ട് നിങ്ങൾ കടിച്ച് മുറുകെ പിടിക്കണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്തേ കാരണം മുറുകെ പിടിക്കാൻ പറയാനുള്ള കാരണം എന്ത്? ഞാൻ പറയാം. മറ്റൊരു ഹദീസിൽ പറയുന്നു, എന്റെ സമുദായത്തിന്റെ മേൽ, എന്റെ ജനങ്ങളുടെ മേൽ ഒരു കാലഘട്ടം വരും, സമാനും ഒരു കാലം വരും, ആ കാലത്തിൽ അവർ സുന്നത്ത് ഉപേക്ഷിക്കും. എങ്ങനെ? തലമറക്കൽ സുന്നത്തല്ലേ? തലമറക്കാത്ത ഒരു കൂട്ടർ വരും. ഹദീസ് കൊണ്ട് പോലും സ്ഥിരപ്പെട്ടിട്ടില്ലേ, ഇന്നല്ലാഹ വമലായികതു യുസല്ലൂന അലൽ അമായിമി യൗമുൽ ജുമുഅ ഔ ശഫീഉനാ റസൂലുള്ളാഹി. ജുമുഅ ദിവസം തലയ്ക്കെട്ട് കെട്ടി വരുന്ന ജുമുഅക്ക് വരുന്ന മനുഷ്യനിക്ക് അല്ലാഹും മലക്കുകളും സ്വലാത്ത് ചൊല്ലുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് പോലും നീ വരുന്നത് തലക്ക് തൊപ്പിയില്ലാതെ ജുമുഅക്കല്ല, പള്ളിയിൽ വന്ന് ഒന്നാമത്തെ സഫിലല്ല നീ ഇരിക്കുന്നതാ. ചോദിച്ചാൽ നീ പറയൂ, മക്കത്ത് പോയി തൊപ്പിവെക്കാളുണ്ടോ? എന്താ ഈ മക്കത്ത് പോയി തൊപ്പിവെക്കാതിരിക്കാൻ കാരണം? അതിന് കൊല്ല നിയമമുണ്ട്. ഇഹ്റാം ചെയ്താൽ തലമറക്കൽ ഹറാമാണ് മനുഷ്യന്മാരെ. അവിടെ മക്കത്ത് ഹറാമാണ്. ഇവിടെ വന്ന് ഗൾഫിൽ പോയാൽ വന്നിട്ട് ഇവിടെ അല്ല മക്കത്ത് പള്ളിയിൽ അവിടെ ഗൾഫിൽ എവിടെ തലമറക്കില്ല, അവിടെ തലമറക്കുന്നതല്ലല്ലേ തെളിവ്. അല്ലാഹുവിന്റെ റസൂൽ ചൊന്നുറ, അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന് പറഞ്ഞതാണോ അത് സുന്നത്താണോ? അതല്ലേ നോക്കേണ്ടത്. നോക്കണ്ടേ മുഅ്മിനീങ്ങളെ?
മുഅ്മിനീങ്ങളെ ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ എൻ്റെ സുന്നത്തുകൾ അവർ ഉപേക്ഷിക്കുന്ന ഒരു കാലം വരും. ഏതുപോലെ കമാ തഖ്ലുഖു സൗഫു അലൽ അബ്ദാൻ, ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഹദീസിൽ ഉദാഹരണം പറയുന്നു. ഒരു മനുഷ്യൻ വസ്ത്രം ധരിച്ച് ആ വസ്ത്രമെല്ലാം ഊരി നഗ്നനായി അതുപോലത്തെ അവസ്ഥ കാണിക്കുന്ന കാലഘട്ടം വരും. എന്നിട്ട് വയുഹ്ദസുൽ ബിദ്ആ, പുതിയ ആശയങ്ങൾ ഇവിടെ ഉടലെടുക്കാൻ വേണ്ടി നോക്കും. പുതിയ ചിന്താഗതികളെ കൊണ്ടുവരും. ഒമൻ അത്ബഅ സുന്നതി, ആ കാലഘട്ടത്തിൽ ആരെങ്കിലും എൻ്റെ സുന്നത്ത് കൊണ്ട് പിൻപറ്റിയാൽ യൗമഇദിൻ, അന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ സുന്നത്ത് കൊണ്ട് ഒരാൾ പിന്തുടർന്നാൽ സാറ ഗരീബാ, അവൻ പരദേശിയെ പോലെയാകും. അങ്ങനെ ഉണ്ടല്ലേ, പരദേശിയെ പോലെയാകും എന്ന് പറഞ്ഞാൽ മറ്റൊരു ഹദീസിലാ പറഞ്ഞത്, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ ഔ ആബിറു സബീല ഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ ശഫീഉനാ റസൂലല്ലാഹി. കുൻ ഫി ദുനിയ കഅന്നക ഗരീബ്, ഈ ദുനിയാവിൽ എങ്ങനെയാണോ വന്നിട്ടായിനി സമ്പത്താക്കി എത്ര മതിയാന്നില്ല, ഉള്ളതെല്ലാം ഉണ്ട്, എല്ലാം രണ്ടുണ്ടോ എന്ന് എല്ലാം എന്ത് സൗകര്യത്തിൽ ഒന്നിനും കുറവില്ല. ഇനി ഇതിനെ എങ്ങനെ ചെലവാക്കണം, എന്തെടുക്കണം? 4 ലക്ഷത്തിന്റെ കാലെടുത്തും മതിയാകില്ല, 15 ലക്ഷത്തിന്റെ കാലും പോയി, കോടിയുടെ കാറും പോയി, എന്നിട്ടും മതിയാകുന്നില്ല, സമാധാനം കിട്ടുന്നില്ല. ഇത് ചിന്തിക്കുന്ന മനുഷ്യ ദുനിയാവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നീ ദുനിയാവിൽ ഒരു വിദേശിയെ പോലെയാകണം. ഔ ആബിറു സബീൽ, വിദേശി എന്ന് പറഞ്ഞാൽ അറിഞ്ഞ ഇവിടുന്ന് ഗൾഫിലേക്ക് പണിക്ക് പോയി, അവൻ എപ്പോ എങ്ങനെയുള്ളേ നാട്ടിലേക്ക് എപ്പോ പോന്നെ? 1 കൊല്ലം കഴിഞ്ഞിട്ട്, 2 കൊല്ലം കഴിഞ്ഞിട്ട്, 3 കൊല്ലം കഴിഞ്ഞിട്ട് എപ്പെങ്കിലും നാട്ടിലേക്ക് വരണ്ടേ? മരിച്ചാ പോയി, അല്ലെങ്കിൽ വരണോ? അതുപോലെയാകണം ഈ ദുനിയാവിൽ. കഅന്നക ഗരീബ്, നീ ഒരു വിദേശിയെ പോലെയാകണം. അതേ ഹദീസാണ് ഇവിടെയും അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ നിന്ന് കൊടുത്തത്. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു മുസാഫിറിനെ പോലെയാകണം. മുസാഫിർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ യാത്ര പോയി മുംബൈയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ നാട് കറങ്ങാൻ വേണ്ടി പോയി. എന്നാലും നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും, എവിടെ പണീറിലേക്ക് ഞാൻ എപ്പോ എത്തുന്ന ഉണ്ടാവൂലേ? എന്നാ അതുപോലെ നീ ദുനിയാവിലാകണം. നിന്റെ ശരീരം ഉണ്ടല്ലേ, ഇതിനെ എപ്പോഴും നീ എണ്ണിക്കൊണ്ടേയിരിക്കണം. ആരോട്? മിന്നസ്ഹാബിൽ ഖുബൂർ, ഈ പരിസരത്ത് കിടക്കുന്ന കബറാളികളോട് നിന്റെ ശരീരത്തിനെ എണ്ണിക്കൊണ്ടേ ഇരിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ നീ ഇങ്ങനെ സുന്നത്ത് കൊണ്ടുവരുമ്പോ സാറ ഖരീബാ, സാറ ഖരീബ നീ ഒറ്റപ്പെടും, നിന്നെല്ലാം ദൂരത്താക്കും, ഖരീബാക്കും, വേറെ ദൂരാക്കും. വയബ്കാ വഹീദ, അതേ ഹദീസിൽ പറയുന്നു, വയബ്കാ വഹീദ, നീ ഒറ്റക്കാവും. അങ്ങനെയല്ലേ ഇന്ന് ഏതെങ്കിലും മക്കൾ ഗൾഫിൽ പോയി പുതിയ ആശയം കൊണ്ടുവന്നാൽ ഉമ്മയോട് കൂടെ പറഞ്ഞു, ഭാര്യയോടും പറഞ്ഞു, പെങ്ങളോടും പറഞ്ഞു, പാവപ്പെട്ട ബാപ്പയോ അല്ലെങ്കിൽ ഉപ്പാപ്പയോ തൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ആ ഉപ്പ പാരമ്പര്യമായി പള്ളിക്ക് വന്ന മനുഷ്യനാണ്, സുന്നത്ത് കൊണ്ടുവന്ന മനുഷ്യനാണ്, ഹദ്ദാദെടുക്കുന്ന മനുഷ്യനാണ്, കൊല്ലത്തിലേക്ക് മൗലൂദ് ഓദിക്കുന്ന മനുഷ്യനാണ്, കുത്തുബിയത്ത് എടുക്കുന്ന മനുഷ്യനാണ്. അതേ മനുഷ്യൻ മരിക്കുമ്പോ തൻ്റെ മകന്റെ ഹദ്റത്തിൽ വെച്ച് വസിയത്ത് ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ചപ്പോ ഈ മോനു നിസ്കരിക്കാൻ വന്നു. പള്ളിയിലെപ്പോഴും ഹദ്ദാദിന് കൂടി, സ്വലാത്തിന് കൂടി, എല്ലാം കൂടി എനിക്ക് ബാപ്പ മരിച്ച പോലെ മരിക്കണോ എന്ന് വിചാരിച്ച് കൂടി, ഇങ്ങനെ കൂടി പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോ ഇവനിക്ക് തുടങ്ങി വിശ്വാസാക്കാണ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥയാണ്. എന്റെ മുഅ്മിനീങ്ങളെ, ഉമ്മാക്ക് 4 ഔലിയാക്കന്മാരുടെ പേരോ അല്ലെങ്കിൽ വേറെ നല്ല ആൾക്കാരുകൾ പേര് പറഞ്ഞുകൊണ്ട് വേണ്ടാത്ത പ്രവർത്തനം കാട്ടിയത് ഇത് നിങ്ങൾ സുന്നികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ബിദ്അത്തിന്റെ ഭാഗത്തിലേക്ക് മനുഷ്യന്മാരെ തിരിച്ച് കേൾക്കുമ്പോ നല്ല കാര്യമാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഉമ്മയും തിരിഞ്ഞോ, ഭാര്യയും തിരിഞ്ഞോ,
പെങ്ങളും തിരിഞ്ഞോ. പാവപ്പെട്ട ബാപ്പാക്ക് വീട്ടിൽ വെച്ചുകൊണ്ട് കഴിക്കുന്ന മൗലൂദ് നഷ്ടപ്പെടുത്തി. പിന്നെ മൗലൂദൊന്നും കഴിയുന്നില്ല, എല്ലാം ചേഞ്ച് ആയി, എല്ലാം സലപ്പിയായി. പിന്നെ കുത്തിവെത്തെടുക്കാൻ കഴിയുന്നില്ല. ബാപ്പാന്റെ വിഷമം വന്ന് ഉസ്താദിനോട് പറയുന്നു, ഉസ്താദേ ആശയമല്ല ഇങ്ങനെ പറയുമ്പോ വീട്ടിൽ പോയിട്ട് കേൾക്കുമ്പോ ദീനൊന്നു, പള്ളിയിൽ വന്ന് കേൾക്കുമ്പോ കത്തി പിന്നെ ദീന് പിന്നൊന്നു രണ്ട് ദീനായി, ഉള്ള ഈമാൻ ഇല്ലാതെയായി. അങ്ങനെ മരിച്ചു പോകുന്ന അവസ്ഥ എത്തിപ്പെട്ടാൽ നാളെ നീ മരിച്ചാൽ നിനക്ക് തൽഖീൻ ഓതാൻ നിന്റെ മക്കളുണ്ടാവൂല. മരിച്ച വീട്ടിൽ ദ്വാരക്കാൻ നിന്റെ മക്കളുണ്ടാവൂല. എന്റെ മുഅ്മിനീങ്ങളെ, ഇത് നഷ്ടത്തിന്റെ വസിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പണ്ട് തന്നെ പറഞ്ഞതാണ്. അങ്ങനെയുള്ള കാലം വന്നിട്ട് നീ ഗരീബാകുന്ന, നീ ഒറ്റപ്പെടുന്ന, നിന്റെ വാക്കിന് വിലയില്ല. അയാൾക്ക് വേറെ സ്വരയില്ല. അയാൾ ഇങ്ങനെ പ്രസംഗം ചൊല്ലി കത്തിപ്പല്ലേ, അയാൾക്ക് വേറെ സ്വരം തരുള്ളൂ. അങ്ങനെ എന്നിട്ട് നാല് ക്ലിപ്പെടുത്തിട്ട് ആക്ഷേപിച്ചിട്ട് പറയും ഇങ്ങനെയുള്ള കാലം വരും എന്നുള്ള റസൂൽ പറഞ്ഞു. നീ ഒറ്റയ്ക്ക് നിനക്ക് അപ്പുറമല്ല ഇപ്പുറമല്ല. അപ്പുറം പോയിട്ട് കേൾക്കുമ്പോ അത് നേര് കാണുന്നു. എല്ലാസന്റെ കുത്തുബയിൽ മലയാളത്തെ പ്രസംഗം കേൾക്കുമ്പോ എന്തൊരു പ്രസംഗം മനസ്സിൽ തിറക്കുന്നു. ഖുർആന്റെ ആയത്തോന്നും അർത്ഥമല്ല മനസ്സിൽ കടന്നിട്ടായി. ഇതിന്റെ വ്യാഖ്യാനമൊന്നും അറിയില്ല, എല്ലാമായി. അപ്പൊ നിന്റെ മനസ്സിന്റെ ഈമാൻ വസ്വാസായി. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ജീവിക്കും. അങ്ങനെ മനുഷ്യന്മാര് പറയുന്ന ബിദ്അത്തിന്റെ പിന്നാലെ നീ നടന്നാൽ നിന്റെ കൂടെ കുറെ ചങ്ങായിമാര് കൂടും. എങ്ങനത്തെ ചങ്ങായിമാര്? നിന്റെ പോലത്തെ ചങ്ങായിമാര് കൂടും. എങ്ങനെ? നിന്റെ ബിദ്അത്തിലേക്ക് കൊണ്ടുപോകുന്ന ചങ്ങായിമാര് കൂടും. 5, 10, 50 അതിനേക്കാൾ ഏറെയോ ചങ്ങായിമാര് കൂടും. ആ സമയത്ത് നീ അവരെ കൂടെ കൂടിയാൽ നീ സുന്നത്ത് ഉപേക്ഷിച്ചു, അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗത്തിനെ തൊട്ടു നീ വ്യതിചലിച്ചു. നിനക്ക് രക്ഷയില്ല മോനെ. ഞങ്ങളെപ്പോലും ഫാത്തിഹ സൂറത്തിൽ ഓതുന്ന ഒരു ആയത്തുണ്ടല്ലേ, സിറാത്തുൽ മുസ്തഖീം എന്നുള്ള ആയത്തുണ്ടല്ലേ, അതിന് മുമ്പ് ഞങ്ങൾ പറയുന്നു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ചില ആൾക്കാർ ചോദിക്കുന്നു, ഞാൻ അല്ലാഹുവിനെ ഒരു ദ്വാരനാ പോരെ, പിന്നെ സദസ്സിലുണ്ടാക്കുന്നു. എന്നാൽ എനിക്ക് ഫാത്തിഹ ഓതുമ്പോ ഇയ്യാക നഅ്ബുദു എന്ന് നീ പറയുന്നു, ഇയ്യാക അഅ്ബുദു ചൊല്ലിയാ പോരെ? ഇതിന്റെ അർത്ഥം അറിയോ? ഇയ്യാക നഅ്ബുദു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, നിന്നെ ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുന്ന ആയത്തല്ലത്. നീ അതെന്തിനെ കേൾക്കുന്നു? നിനക്കപ്പോ ഇങ്ങനെ പറഞ്ഞൂടെ ഇയ്യാക അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ നിന്റെ നിസ്കാരം സഹിയാവുമോ? സഹിയല്ല. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കൂട്ടമാണ്. ആ കൂട്ടത്തിന് ഗൗരവമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു യദുല്ലാഹി അലൽ ജമാ, അല്ലാഹുവിന്റെ സഹായം ജമാഅത്തിന്റെ കൂട്ടായ്മയുടെ മേലാണ്. ഒരു സദസ്സിലിരിക്കുമ്പോ ആ കൂട്ടത്തിൽ വെച്ച് ആമീൻ പറയുമ്പോ ഏതെങ്കിലും എത്ര ഉദാഹരണങ്ങളാ. മൂസാ നബിന്റെ കാലത്തെ ചരിത്രം അറിയില്ലേ? മൂസാ നബി ഇങ്ങനെ ചരിത്ര ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ദുആയിരുന്നു, കുറെ കാര്യം ദുആയിരുന്നു, ഉത്തരം കിട്ടുന്നില്ല. അവിടെ നിന്ന് വന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ദുആക്ക് ഉത്തരമില്ല. മൂസാ നബി അല്ലേ, നല്ല മനുഷ്യനല്ലേ, പിന്നെ എന്റെ ദുആക്ക് ഉത്തരയില്ല. അപ്പൊ പറയുന്നു നിങ്ങളെ കൂട്ടത്തിൽ സദസ്സിൽ ഒരാൾ കുടുംബ ബന്ധം മുറിച്ചാലുണ്ടോ, അയാൾ പോയിട്ട് നന്നായി വരുന്നത് വരെ ഉത്തരയില്ല. അതിന്റെ അർത്ഥം എന്ത്? കൂട്ടായ്മയ്ക്ക് പ്രത്യേകത കൽപ്പിക്കുന്നു. ആ കൂട്ടായ്മയാണ് ഞങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുന്നത്. ആ കൂട്ടായ്മയാണ് ഞങ്ങൾ ജുമാഅയി നിസ്കരിക്കുന്നത്. ആ കൂട്ടായ്മയാണ് നിസ്കാരത്തിന്റെ ശേഷം ദുആ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ദുആക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയം ഹദീസിൽ സ്ഥിരമായതാണ്, സ്വഹീഹായ ഹദീസുള്ളതാണ്. ദുബുറു കുല്ലു സ്വലാത്തിൽ മക്തൂബ. എല്ലാ 5 മതിയാ. ನಾನು 20 ಸಮಯಲ್ಲೇ പെണ്ണുങ്ങളെ ഭാഗത്ത് ബക്കറ്റ് കിടക്കരുത്. മനസ്സറിഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞ സദസ്സ. അള്ളാഹിനെയും അള്ളാഹിന്റെ റസൂലിനെയും ഓർത്ത് നല്ല സംഭാവന ആ ബക്കറ്റ്.
അതേപോലെ തന്നെ ഇന്നലെ കവർ നിങ്ങളെ കയ്യിൽ തന്നിരും. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംഭാവന ഉണ്ടെങ്കിൽ മനസ്സറിഞ്ഞിട്ട് ആ കവർ മടക്കി കൊടുക്കണം. ഇത് കടായിട്ട് കൊടുക്കണം. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ പോയെങ്കിൽ ഞാൻ ആ സദസ്സ് സംഘടിപ്പിക്കും. ഞാൻ കാരണക്കാരായിട്ട് ചൊല്ലി നീയത്തിൽ കൊടുക്കും. ഇനി നിങ്ങൾക്ക് എന്തും ഇല്ലെങ്കിൽ കവർ പറിച്ചെറിയ തീരാ. കവർ നഷ്ടപ്പെട്ടെങ്കിൽ പുതിയതെങ്കിൽ എടുത്ത് കൊടുക്കണം. കാരണം കമ്മിറ്റിക്കാർ പൈസ കൊടുത്തിട്ട് കവറായിട്ട് കിട്ടും. എല്ലാവരും സഹകരിക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഞാൻ ചൊന്ന വിഷയം ഞാൻ ചൊന്നു വന്ന വിഷയം ನಾನು ಇಪ್ಪಟ್ಟ ನಾನು ಚೊನ್ನ ವಿಷಯ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സദസ്സിൽ ഉത്തരം കിട്ടാതെയാകുമ്പോൾ എന്ന് പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ കുടുംബബന്ധം ഒരിച്ചാളുണ്ട്. അപ്പൊ അതിലർത്ഥം എന്തേ? മൂസാ നബിയുടെ ദുആക്കല്ല സ്വീകാര്യത ഉള്ളത്. ആ സദസ്സിലുള്ള മനുഷ്യന്മാരും നല്ലവണോ അങ്ങനെ ദുആക്കും ഉസ്താദ് ദുആറിന് അതേ സ്ഥാനം ഓരോരുത്തർ ദുആറിന് പ്രതിഫലമുണ്ട്. ഉസ്താദ് അറബിൽ ദുആറിനെങ്കിൽ അതേ അറബിൽ ദുആറിന് പ്രതിഫലം ആറുകൊണ്ടോ ഈ ദച്ച ആമീൻ ചൊന്നുകൊണ്ടോ മലയാളത്തിൽ ഞാൻ ദുആറിനത്ര നിങ്ങൾ പോലെ ഉണ്ടോ? അതാണ് അതിന്റെ പവർ. അതുകൊണ്ടാണ് 5 വക്ത് നിസ്കാരത്തിന്റെ ശേഷം കൂട്ടായ്മയെ പ്രാർത്ഥിക്കണം. 5 വക്ത് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആക്ക് ഉത്തരമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഖുതുബ ജുമാക്ക് ഞങ്ങൾ കൂടുന്നു. അത് കൂട്ടായ്മയാണ്. അള്ളാന്റെ വിളി കേട്ട് ഇതാണ് അള്ളാന്റെ വിളി കേട്ടിട്ടാണ് ജുമാക്ക് വരുന്നത്. ജമാഅത്തിന് വരുന്നത് പ്രതിഫലം കിട്ടുന്നത് കൂട്ടായ്മ കൊണ്ടാണ്. അല്ലെങ്കിൽ വീട്ടിൽ സ്ഥലമില്ലാത്തത് കൊണ്ടല്ല. നമ്മുടെ മഹല്ലത്തിൽ വെച്ചുകൊണ്ട് മാഷാ അല്ലാഹ് നല്ല പള്ളിയുണ്ട്. ഇനി ഇതിനേക്കാൾ നല്ല ഒരു പള്ളി നിർമ്മിക്കാനുള്ളതായ ഒരു പദ്ധതി പാസ്സാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം ഈ നാട്ടുകാർക്ക് അറിയാം. കാരണം ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതാണ്, AC ചണ്ടിയാകുന്നുണ്ട് പള്ളിയിൽ വെള്ളം പസ വരുന്നു എന്ന് പറഞ്ഞപ്പോ സീറ്റിടുന്ന പദ്ധതിയിലേക്ക് എത്തിയപ്പോ പള്ളിയുടെ മുകളിൽ പോയി നോക്കുമ്പോ ഇതിനുള്ള പദ്ധതിയിലേക്ക് ഞങ്ങൾ ഒരുങ്ങിയപ്പോ ഞാൻ കുറെ വിഷയം പറഞ്ഞപ്പോ ഒരു കുടുംബത്തന്നെ നമ്മുടെ PA കുടുംബക്കാർ എല്ലാതിലേക്കും ഇവിടെ സഹായ സഹകരണം ചെയ്യുന്ന കുടുംബക്കാർ അതിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാമെന്ന് ഏറ്റെടുത്തും കൊണ്ട് ഞങ്ങൾ ചെയ്യാമെന്ന് മാത്രമല്ല അതിന്റെ ഓർസുകൾ ബന്ദ് ചെയ്യാമെന്ന് മാത്രമല്ല ഇത് പള്ളിയെ പള്ളി പോലെ ആക്കുന്ന രൂപത്തിലേക്ക് ഞങ്ങൾക്ക് എത്തിച്ചേരാമെന്ന് പറഞ്ഞുകൊണ്ട് മേൽത്തട്ടും എടുത്തും കൊണ്ട് വേണ്ട പോലെ സംവിധാനം ഉറക്കി തരാമെന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഫംഗ്ഷൻ കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ തന്നെ ഇൻഷാ അല്ലാഹ് പള്ളിയുടെ പണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അള്ളാഹു ആ കുടുംബത്തിനെ അനുഗ്രഹിക്കട്ടെ. അതിനൊക്കെ വേണ്ടി കൊടുക്കാൻ വേണ്ടി പള്ളി നിർമ്മിക്കാൻ വേണ്ടി പള്ളിക്ക് കൊടുക്കാൻ വേണ്ടി ആരെല്ലാം അതിനൊക്കെ മനസ്സിൽ വെച്ച് മുന്നോട്ട് വന്നു, അതിനൊക്കെ ആരെല്ലാം പ്രോത്സാഹിപ്പിച്ചോ അത് അവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം ഇരുവീട്ടിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ എല്ലാം മിസ്ല സവാബ് അള്ളാഹു അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ പാപ്പ ഉമ്മ കുടുംബക്കാർ ആരെല്ലാം മരണപ്പെട്ടു പോയോ അവരെ ഹദ്റത്തേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മുടെ പള്ളി നമ്മുടെ നാട്ടിന്റെ പള്ളി ഭംഗിയാക്കുക നമ്മുടെ നാടിന്റെ അഭിമാനമാണ്. നമ്മുടെ നാട്ടിന്റെ ഖതീബ് ഉസ്താദോ മുഅക്രിഖ് ഉസ്താദോ കാറിൽ പോയാൽ അത് നാട്ടുകാർക്ക് കുറവല്ല, നാട്ടിന്റെ അഭിമാനമാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ നാളെ കാർ എടുത്ത് തരണം എന്ന് പറഞ്ഞതല്ല. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ നോക്കൂ, പള്ളിയെ ഭംഗിയാക്കി തരുമ്പോൾ അതിനേക്കുള്ള പൂർണ്ണമായ സപ്പോർട്ട് ചെയ്തും കൊണ്ട് ഇത് ആവശ്യമാണ്. നമ്മുടെ നാട്ടിൽ ഒരു ദർസ് ആവശ്യമുണ്ട്, മുതഅല്ലിമായി പഠിക്കുന്ന ദർസ് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് അങ്ങനെയുള്ള സംവിധാനം നമ്മുടെ നാട്ടിൽ ആവശ്യമുണ്ട്. കാരണം ദീനിനെ സ്നേഹിക്കുന്ന നാടാണിത്. പല നാട്ടിൽ പോയാൽ നിങ്ങൾ പണീറിലോ അവിടുത്തെ ആൾക്കാർക്ക് നല്ല ദീനോട് മഹബത്തുണ്ട് എന്നോട് പറഞ്ഞ പലരും ഉണ്ട്. എന്ന് മാത്രമല്ല നമ്മുടെ റേഞ്ചിൽ തന്നെ നമ്മുടെ മദ്രസ നോക്കുമ്പോൾ എന്ത് അന്തസ്സായ ഛന്ദസ്സായ നമ്മുടെ നാട്ടിന്റെ ചെറുപ്പക്കാരും യുവാക്കളും ഒരുപാട് ആൾക്കാർ ഖത്തർ ഇബ്രാഹിം ഹാജി അടക്കമുള്ള ആൾക്കാർ കൂടി ആ നിർമ്മിച്ചതായ അതിലേക്ക് സഹകരണം സ്വീകരിച്ചതുകൊണ്ട് നിർമ്മിച്ച മദ്രസ, ആ മദ്രസയുടെ ഉള്ളിൽ ഞാൻ വന്നപ്പോ വേണ്ട സംവിധാനം ഇല്ല. ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ മാഷാ അല്ലാഹ് അതിലേക്ക് ഞങ്ങൾ മുന്നോട്ട് വെച്ചപ്പോ നിങ്ങൾ എന്നോട് സഹകരണം ചെയ്തപ്പോ നിങ്ങളും ഞങ്ങളും കൈ കോർത്തപ്പോ തആവനു അലൽ ബിർരി വത്തഖ്വ വലാ
തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ ഖാല അല്ലാഹു അസ്സ വജൽ വതആവനു അലൽ ബിർരി വത്തഖ്വ നല്ലത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പർഗജാറണ്ട നിങ്ങൾ സപ്പോർട്ടാക്കോറോ നിങ്ങൾ അതിനിക്ക് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കോളൂ നിങ്ങൾ കോർത്തു നിക്കോറോ ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ടാക്കി മയോ അതൊക്കെ വലാ തആവനു അലൽ ബിർ അലൽ ഇസ്മി വൽ ഉദ്വാൻ തെറ്റായ കാര്യത്തിന്റെ മേൽ നിങ്ങൾ പരസ്പരം സഹായിക്കണ്ട ഉദ്വാന് ചൊല്ലുക ശത്രുത പകവെക്കടെ പരസ്പരം ഗലറ്റാവിടെ പരസ്പരം ഭിന്നിപ്പാവിടെ പരസ്പരം അഭിപ്രായപ്പെട്ടുകൊണ്ട് നടക്കടെ അങ്ങനെ കൂടെ നിങ്ങൾ സഹായിക്കണ്ട അങ്ങനെ കൂടെ നിൽക്കണ്ട അഭിപ്രായ ഭിന്നത ഇല്ലാത്ത ഒരു സമുദായം ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ല ഒരു ഔത്രേജമാണ് എന്ത് കാര്യം തീരുമാനിക്കുമ്പോ 4 മക്കൾ ഇന്നെങ്കിൽ 4 മക്കൾക്ക് 4 അഭിപ്രായം 4 മക്കളെ കാട്ടി പിന്നൊരഭിപ്രായം പെഞ്ഞായിക്കോ ഇങ്ങ എല്ലാം ഒത്തുപോകും സാധ്യമില്ല ദീനിಗೆ എതിരാവാത്ത രൂപത്തിൽ നല്ല കാര്യമാണെങ്കിൽ നിങ്ങൾ ആക്കിയോണ്ട് പോണോ നന്റെ വലിയ പോണു ഇഷ്ടമില്ല ചെന്നിട്ടോ നല്ല കാര്യത്തെ നിങ്ങൾ നിർത്തിവെക്കോ തീരാ അതേപോലെ കമ്മിറ്റി ആയെങ്കോ അതേപോലെ ജമാഅത്താണെങ്കിലും അതേപോലെ സമൂഹമാണെങ്കിലും എതിർപ്പില്ലാത്ത സമുദായം ഇവിടെ വന്നിട്ടില്ല എതിർപ്പുള്ള ആൾക്കാർ ഒരു നാളല്ലെങ്കിൽ ഒരു നാളങ്ങ് നസിഞ്ഞു പോയിട്ടല്ലാണ്ട് അങ്ങ് എന്തായിട്ടില്ല ഉയർന്നു വന്നിട്ടില്ല നബിയുടെ എത്രയോ ശത്രുത വെച്ച വ്യക്തിത്വങ്ങൾ പോലും അള്ളാഹു ഹലാക്കാക്കില്ലേ മക്കത്തുക്കും മദീനത്തുക്കും വിജയം കിട്ടിയപ്പോ ഇന്നൽ ബാതില കാന സഹൂഖാ ഇങ്ങനെ ഖുർആനിൽ ഒരു ആയത്തുണ്ട് ഇത് എപ്പോഴും നിങ്ങൾ ചൊന്നോണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും പകടം കഴിക്കല ഉൽജാൽ ഹഖ് വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖാ ഇതെപ്പോഴും ചൊന്നോണ്ടിക്കണോ നിങ്ങൾക്ക് ശത്രു കഴിക്കല പകടം കഴിക്കല ചൊല്ലവണ് ചൊന്നോണ്ടിരിക്കട നിങ്ങളെ കാര്യം വന്നോണ്ടിരിക്കട അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് നല്ല മദ്രസ ഇതിലെല്ലാം സ്മാർട്ട് ക്ലാസ് ആക്കിയത് ഒരുപാട് ആൾക്കാർ പേരെടുത്ത് ചൊല്ലില്ല സഹായിച്ചങ്ങുള്ള സഹകരിച്ചങ്ങുള്ളവരോ ഈ വർഷത്ത് നമ്മൾ ആസാരുടെ പേരിൽ ബാലക്കാർ കൂടി കളക്ഷൻ ആക്കിയിട്ട് മേൽഭാഗം നല്ല പെയിന്റെല്ലാം കൊടുത്തു ടൈൽസ് എല്ലാം ഇട്ടിട്ട് മക്കൾ നല്ല സന്തോഷമായി നല്ല നിലക്ക് പഠിക്കുമ്പോൾ ആക്കിയത് ഇനി ഞങ്ങളെ ഒരു ഉത്തരവാദിത്വമുണ്ട് ആരെ ഉത്തരവാദിത്ത അങ്ങനെ കമ്മിറ്റി ഭാഗത്തുനിന്ന് കുറവില്ല റായത്തങ്ങനെ സംവിധാനത്ത് കുറവില്ല മദ്രസത്തിൽ കുറവില്ല ഉസ്താദുമാരിൽ നിങ്ങൾ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയാക്കാം പക്ഷേ ഞങ്ങളെ മക്കളിലുള്ള കുറവുകൾ അതിനെ തീർത്തിട്ട് ഞങ്ങൾ നല്ല ആക്കളെ തെരുക്കണം കൊണ്ടുവരണോ ഇന്നലത്തെ പോലെയല്ല ഞങ്ങൾ വ്യത്യസ്തം കാട്ടണോ ഞങ്ങളെ മക്കളുടെ നിസ്കാരമുണ്ടോ ഇബാദത്തിന്റെ എല്ലാ കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞങ്ങളെ മക്കളെ നല്ല തെരുവിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ആ ബിദ്അത്തിന്റെ ഒരു വിഭാഗം വന്നാൽ നിന്റെ കൂടെ ആരും നിൽക്കൂലെങ്കിലും നീ ആ സത്യത്തിന്റെ മേലെ നിലനിൽക്കണേ നീനെപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ലേ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം നേരായ മാർഗത്തിൽ എന്നെ നീ നയിക്കണമേ അല്ലാഹ് ആ നേരായ മാർഗമാണ് നബിമാർ നടന്ന മാർഗം സിദ്ദീഖീങ്ങൾ ശുഹദാക്കന്മാർ സ്വാലിഹീങ്ങൾ നടന്ന മാർഗം ആ മാർഗത്തിൽ അടവരച്ച് നിൽക്കാനും അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് തത്വാദർശം അനുസരിച്ച് ജീവിക്കാനും ആ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് മരണം വരെ ജീവിച്ച് മഹാന്മാർ ഞങ്ങളെ പാപ്പ മരിച്ചതുപോലെ പാപ്പയുടെ പാപ്പ മരിച്ചതുപോലെ അങ്ങല്ല ഞങ്ങൾ നരകത്ത് കിടത്തിയിട്ട് ഞങ്ങൾ സ്വർഗത്ത് പോണെങ്കിൽ ആവാട്ടെ അങ്ങ് മരിച്ചതുപോലെ ഞങ്ങൾക്കും അങ്ങനെ പോലെ നല്ല നിലക്ക് ഞങ്ങൾ മരിക്കണോ ഞങ്ങൾ മരിച്ചെങ്കിൽ ഞങ്ങളെ മേലെ മയ്യത്ത് നിസ്കരിക്കണോ ഞങ്ങളെ പേരിൽ തൽഖീൻ ഓതണോ ഞങ്ങളെ പേരിൽ 3 ദുആ ആക്കണോ ഞങ്ങളെ പേരിൽ 7 ദുആ ആക്കണോ ഞങ്ങളെ ദുആ 13 ദുആ ആക്കണോ ഇത് അല്ലാഹുവിന്റെ റസൂൽ ചൊന്നതായിട്ട് കിട എന്തൊക്കെ 3 4 7 കേൾക്കണ്ട അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് ഒരു മനുഷ്യരെ 3 4 അണ്ടത്തെ 4 3 4 7 4 13 4 40 ഭയാനകരമായ ശിക്ഷ കൊണ്ട് ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ട് ആ അവസരത്തിൽ ഒരു മനുഷ്യൻ ആ മരിച്ചാലെ പേരിൽ കുടുംബക്കാർ ദാനധർമ്മങ്ങൾ ചെയ്താലോ കുടുംബക്കാർ ഖുർആൻ ഓതിയാലോ കുടുംബക്കാർ ദിക്ർ ചൊല്ലിയാൽ ആ മനുഷ്യനിക്ക് സമാധാനം ഉണ്ടാകും ഒരു ഖബറിന്റെ അരികിൽ പോകുന്ന മനുഷ്യന് ഒരു അസ്സലാമു അലൈക്കും പോയി ചൊല്ലിയാലും പോലും അത് അവനിക്ക് കേൾക്കും
അവൻ സലാം മടക്കിക്കൊണ്ട് അവിടുന്ന് സന്തോഷിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പിന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടാകും ഖബർ സിയാറത്ത് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? റസൂലുള്ളാഹിന്റെ കാലത്ത് പോലും മദീനത്ത് എപ്പോഴും സദാ അസറിന്റെ ശേഷം സുബൈന്റെ ശേഷം സിയാറത്ത് ജന്നത്തുൽ ബഖിയ്യത്ത് ഓപ്പൺ ആക്കിയിട്ട് സിയാറത്ത് ആക്കിക്കൊണ്ടിരുന്നാറാ. ഇപ്പോഴും അല്ല അസറിന്റെ ശേഷം സുബൈ നിസ്കാരത്തിന്റെ ശേഷം അവിടെ ജന്നത്തുൽ ബഖിയ്യ തുറക്കപ്പെട്ട് എല്ലാവരും സലാം ചൊല്ലും സിയാറത്താക്കുക അവസരമുണ്ട്. അള്ളാഹു അവിടെ എത്താൻ തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയെല്ലാം വസിയത്തുകൾ എൻ്റെ സ്വന്തം ശരീരത്തിനോട് ഞാൻ വസിയത്ത് ചെയ്തുകൊണ്ട് നിങ്ങളെ ഞാൻ ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. ഇവിടെ ദ്വാരക്കുമിനായിട്ട് ഒരുപാട് ആൾക്കാർ സംഭാവന ചെയ്യുന്നു. ഖദീജ 500 രൂപ, നസീമ 701, PC ഇബ്രാഹിം 500, സിദ്ദീഖ് ഉമ്മർ 100, അസർ ഉമ്മ 317, പിന്നെ ഒരു പേര് വേണ്ട 100 രൂപ, ഒരു പെണ്ണിങ് ജാഗ ശരിയായി കിട്ടുക 1000 രൂപ, ഒരു പെണ്ണിങ് ദ്വാരക്ക് 150.